അപ്പം ഗോകുൽ എന്ന പേര് എനിക്ക് ഉണ്ട് എന്നുള്ള കാര്യം പോലും ആർക്കും അറിയില്ല. യഥാർത്ഥ പേര് ഗോകുലാണ്. യഥാർത്ഥ പേര് ഗോകുലാണ്. പക്ഷെ ഈ പേര് ഗോകുൽ എന്ന പേര് എനിക്ക് ഉണ്ട് എന്നുള്ള കാര്യം ആർക്കും അറിയില്ല. നന്നായിട്ട് അറിയാം ലാലേട്ടനപ്പം. നന്നായിട്ട് അറിയാം. ലാലേട്ടൻ വരുമോ നെടുമങ്ങാട്? ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും ഒക്കെ പലരുടെയും കൊടിയിൽ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാകുന്നത് അപ്പോഴാണ്. ഞാൻ ചെന്നിട്ട് നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് പലരും എന്നോട് ചോദിച്ച കാര്യം ജീവിക്കാൻ താല്പര്യമില്ലേ എന്നാണ് എന്നോട് ചോദിക്കുന്നത്. ഞാനൊരു 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ എനിക്ക് അങ്ങനെ ഒരു കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട് എന്ന് പറഞ്ഞാലും തെറ്റില്ല. അല്ല, എന്നാലും 1 മുതലോ? അത് ഇച്ചിരി ഏർലി അല്ലേ? അത് ഇച്ചിരി ഏർലി. ഈസ്റ്റ് കോട്ടിൽ നിന്നാണ് ബസ് കയറുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജ് വഴിയല്ലേ വരുന്നത്. യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുമ്പിൽ ഇറക്കിയിട്ട് ഞങ്ങൾ ഇടിക്കും, ഇതാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതൊരു പേടിപ്പെടുത്തുന്ന ഒരു സാധനമാണ്. പേടിപ്പിക്കൽ കാരണം പലരും അദ്ദേഹം ഈ പറയുന്ന പോലെ പാർട്ടി ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒറ്റപ്പെടുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തോട് ആ ഗ്രാമത്തിൽ ഒരാൾ പോലും മിണ്ടില്ല. അപ്പോൾ അദ്ദേഹം ഒരു കടയിൽ ചെന്നാൽ ചായ കൊടുക്കില്ല, അവിടെ ഇരിക്കുന്ന ആൾക്കാർ തിരിഞ്ഞേക്ക്. അദ്ദേഹം ഒരു മാസത്തോളം ഇതിനെ സഹിച്ചു. അത് കഴിഞ്ഞ ആൾ ചെയ്തതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൈ തന്നെ അദ്ദേഹം കൂട്ടിക്കെട്ടിയിട്ട് കുളത്തിച്ചാടിയാക്കും. ഞാൻ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് രാഗിയൊക്കെ മേടിച്ചുകൊണ്ട് എല്ലാവർക്കും കെട്ടിക്കൊടുത്തായിരുന്നു. അപ്പോൾ അവർ നോക്കുമ്പോൾ കോളേജിലുള്ള കുറേ ആൾക്കാർ രാഗിയൊക്കെ കെട്ടിക്കൊണ്ടുവരണം. എല്ലാം RSS ആണ്. അപ്പോൾ ഇത് ഇവരെ വല്ലാണ്ട് അങ്ങ് ചൊടിപ്പിച്ചു. നമ്മുടെ 10,000 കുറഞ്ഞയിടത്ത് ആ 10,000 LDFന് കൂടുന്ന സാഹചര്യമുണ്ട്. അത് വ്യാപകമായിട്ട് കേരളം മൊത്തത്തിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇത്തവണ തിരിച്ചു പിടിക്കും. ഇങ്ങനെ നിങ്ങളുടെ ആ വോട്ട് ഫുൾ മുഴുവൻ തൂത്തുവാരി ഇടാനായിട്ട് നിങ്ങൾ എന്താണ് ഒരു പ്രത്യേകം സ്ട്രാറ്റജി വല്ലതും ഉണ്ടോ അവിടെ? സ്വാഭാവികമായി സംഭവിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, ആ സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യങ്ങളെ വലിയ സംഭവങ്ങളാക്കി അവതരിപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. അത് പ്രശാന്ത് പറയുന്ന പോലെ 1500 കോടി മുടക്കിയ. അതെ, സെയിം വേറെ ഒന്നും എന്നാൽ സംഭവിച്ചിട്ടില്ല. മോദി യുഗം തുടരേണ്ടുന്നത് മൊത്തത്തിലുള്ള രാജ്യത്തിന്റെ സംവിധാനത്തിന് ആവശ്യമാണ്. കാരണം അതൊരു നമസ്കാരം, മറുനാടിൻ്റെ ഇലക്ഷൻ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. കേരളത്തിൽ BJP ഇക്കുറി വലിയ തോതിലുള്ള മുന്നേറ്റം നടത്തുമെന്ന കാര്യത്തിൽ BJP വിരുദ്ധർക്ക് പോലും സംശയമില്ല. ഏറ്റവും കുറഞ്ഞത് 4 സീറ്റ് പിടിക്കും എന്നാണ് പറയുന്നത്. ഒപ്പം BJP ഒട്ടേറെ മണ്ഡലങ്ങളിൽ മുന്നേറുമെന്നും എല്ലാവരും ഒരുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. BJPയുടെ ചില സ്ഥാനാർത്ഥികൾ പലരും പ്രവചിക്കുന്നതിനപ്പുറത്തേക്കുള്ള മുന്നേറ്റം ഫീൽഡിൽ നടത്തുന്നുണ്ട് എന്ന വാസ്തവം ഒരുപക്ഷെ BJPക്കാർ പോലും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ ഇക്കുറി ഏറ്റവും വലിയ മുന്നേറ്റം നടത്തുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് നെടുമങ്ങാട്ടെ യുവരാജ് ഗോകുൽ. യുവരാജ് ആരാണ്? എന്തിനാണ് നെടുമങ്ങാട്ട് മത്സരിക്കുന്നത്? എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താണ് യുവരാജ് ഗോകുലിൻ്റെ സ്വപ്നങ്ങൾ? നമസ്കാരം. നമസ്കാരം സാർ. യുവരാജിനെ ആദ്യം ഒന്ന് പരിചയപ്പെടുത്തുക. യുവരാജ് തിരുവനന്തപുരംകാരൻ തന്നെയാണോ? തീർച്ചയായിട്ടും. നിങ്ങളുടെ ഒറിജിനൽ പേര് യുവരാജ് ഇപ്പോൾ വിവാദത്തിലാണെന്ന് എനിക്കറിയാം. എന്താണ് യഥാർത്ഥത്തിൽ? അതെ, ഞാൻ 1-2 ഇൻ്റർവ്യൂസിൽ അത് പറഞ്ഞു സാർ. അത് കുറച്ചൊരു ചൈൽഡിഷ് ആയിട്ടുള്ളൊരു കാര്യവും കൂടിയാണ്. പക്ഷെ അത് സംഭവിച്ചു പോയതാണ്. കേൾക്കട്ടെ. അതായത് എനിക്കൊരു ബാക്ക് ഇൻ സംവട്ട് 2008 എനിക്കൊരു കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഹാഡ് ആൻ അഫെയർ. ഓക്കെ, അപ്പോൾ ഓർക്കുട്ട് വളരെ സജീവമായിരുന്നു ആ സമയത്ത്. ഫേസ്ബുക്ക് വന്നിട്ടില്ല. ഓർക്കുട്ട് വളരെ ആക്റ്റീവായിരുന്ന സമയത്ത് ഞാൻ ഇവളോട് സ്ക്രാപ്പ് അയക്കുക എന്ന് പറയും നമ്മൾ ഓർക്കുട്ടിനകത്ത്. ഈ സ്ക്രാപ്പ് അയക്കുന്ന സമയത്ത് അന്ന് എൻ്റെ പേര് ഞാൻ കുറച്ച് ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ആക്റ്റീവായിട്ട് നിന്നിരുന്ന ഒരു ടൈമായിരുന്നു. അപ്പോൾ ഈ മോഹൻലാൽ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഭയങ്കര ആക്റ്റീവാണ്. ഫിലിം സർക്കിളിൽ കുറച്ച് മോഹൻലാൽ ഫാൻസ് എന്നുള്ള രീതിയിൽ ഭയങ്കര ആക്റ്റീവായിരുന്നു ആ സമയത്ത്. ഈ ഇടയ്ക്ക് ലാലേട്ടനെ കണ്ട സമയത്ത് ഞാൻ 2008 മുതലുള്ള ലാലേട്ടൻ്റെ ഫോട്ടോസ് ഒരു വീഡിയോ ആക്കി ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ കാലം മാറുന്നതിനനുസരിച്ച് എൻ്റെ കോലവും മാറുന്നുണ്ട്. ലാലേട്ടൻ വലിയ അത്ഭുതമായിരുന്നു. എല്ലാവർക്കും കൊണ്ട് കാണിച്ചു നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ സൽമാൻ ഖാൻ്റെ യുവരാജ് എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം ഇറങ്ങിയ ഒരു ടൈമാണ് 2008. അപ്പോൾ അതിനകത്തൊരു പാട്ടുണ്ടായിരുന്നു, മേഹു യുവരാജ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ എൻ്റെ പേര് മാറ്റി മേഹു യുവരാജ് എന്ന് അതിനകത്ത് ഇട്ടെന്ന് സാർ. എവിടെ ഇട്ടു? ഓർക്കുട്ടിൽ നമുക്ക് പേര് മാറ്റി. ഫേസ്ബുക്കിലാണെങ്കിൽ 3 മാസം കൂടുമ്പോൾ മാത്രമേ പേര് മാറ്റാം. ഇന്ന് മാറ്റിയാലും നാളെ മാറ്റാം, അങ്ങനെ ചെയ്യാമെന്നുള്ള സമയമാണ്. അപ്പോൾ നമ്മളിങ്ങനെ പേര് കണ്ടിന്യൂസ്ലി മാറ്റുകയാണ്. മൈ നെയിം ഈസ് ബില്ല, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഫിലിമി ടൈപ്പാണ് ആ സമയത്ത്. കോളേജ് പഠിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ ഈ യുവരാജ് ആ സമയത്ത് കിടക്കുന്ന സമയത്താണ് നമ്മുടെ ഈ ചാറ്റ് കുറേ നടക്കുന്നത്. അപ്പോൾ ഈ ഗോകുൽ എന്ന പേരിൽ ഒരാളുകളുടെ പുറകെ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം അവളുടെ വീട്ടുകാർക്കറിയാം. അപ്പോൾ ഈ ഗോകുലാണോ യുവരാജ് എന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയമുണ്ട്. അപ്പോൾ ഉള്ളോട് വെച്ചോ പറഞ്ഞല്ല ഇത് യുവരാജ് എന്നാണ് പേര് എന്ന് പറഞ്ഞു. ഇതോടുകൂടി ഞാൻ ട്രാപ്പായി എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് പേര് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം ഈ യുവരാജ് എന്നുള്ള പേര് അങ്ങ് സ്റ്റാമ്പായി സോഷ്യൽ മീഡിയ. ഇപ്പോൾ മോഹൻലാൽ കമ്മ്യൂണിറ്റി സർക്കിൾ എല്ലായിടത്തും ഒരു മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ഈ പേര് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ എന്നുള്ളത്. ഇപ്പം ഗോകുൽ എന്ന പേര് എനിക്ക് ഉണ്ട് എന്നുള്ള കാര്യം പോലും ആർക്കും അറിയില്ല. യഥാർത്ഥ പേര് ഗോകുലാണ്. യഥാർത്ഥ പേര് ഗോകുലാണ്. പക്ഷേ ഈ പേര് ഗോകുൽ എന്ന പേര് എനിക്കുണ്ട് എന്നുള്ള കാര്യം ആർക്കും അറിയില്ല.
എൻ്റെ ക്ലോസ് സർക്കിളിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഒഴിച്ചിട്ട് മറ്റൊരാൾക്കും എനിക്ക് ഗോകുൽ എന്ന പേരുണ്ട് എന്നറിയില്ല. അപ്പോൾ ഞാൻ ട്വിറ്ററിൽ അക്കൗണ്ട് തുടങ്ങി, പിന്നീട് അത് ഫേസ്ബുക്കിൽ ഒരു 2009-11 തുടങ്ങും. അപ്പോൾ യുവരാജ് മാത്രമേ ഉള്ളൂ. ആ കാലത്ത് എൻ്റെ പേരിൻ്റെ അറ്റത്ത് യുവരാജ് മാത്രമേ ഉള്ളൂ. ഈവൻ ട്വിറ്ററിൽ പോലും എൻ്റെ ഇപ്പോഴത്തെയും ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ യുവരാജ് സെയ്സ് എന്നാണ്. യുവരാജ് ഗൂഗിൾ പോലും അതിനകത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അന്ന് അങ്ങനെയാണ് ഇട്ടത്. അത് എപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. ഒരു 2013 ബ്രേക്കപ്പ് ഒക്കെ ആയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഗൂഗിൾ ഇതിൻ്റെ കൂടെ വരുന്നത്. വെച്ച് കഴിഞ്ഞാൽ യുവരാജ് എന്നാണ് ഗൂഗിൾ എന്ന് അറിയണമല്ലോ. അതുകൊണ്ട് യുവരാജ് ഗൂഗിൾ എന്ന് ആ സമയത്ത് ഇടുന്നു. അപ്പോൾ പലരും എന്നോട് ഒന്നിച്ചാൽ എന്താ ഈ ഗോകുല് എന്ന് ഈ യുവരാജ് എന്താണെന്ന് ചോദിക്കുന്നത് പോലെ തന്നെയാണ് അന്ന് എന്നോട് എല്ലാവരും വന്നിട്ട് ഈ ഗോകുൽ എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലാകുന്നത് എനിക്ക് ഇങ്ങനെ ഒരു പേരുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാകുന്നത്. പക്ഷെ ഒഫീഷ്യലി പേര് മാറ്റിയിട്ടില്ല. ഒഫീഷ്യലി ഞാൻ പേര് മാറ്റിയിട്ടില്ല. അപ്പം നമ്മുടെ രാജ്യത്തെ നിയമം അങ്ങനെയാണോ? നമ്മൾ വിളിപ്പേരിടാം, അങ്ങനെയാണോ? അല്ല, അതിപ്പോൾ പിണറായി വിജയൻ എന്നല്ലല്ലോ യഥാർത്ഥ പേര്. അങ്ങനെയാണ് നമുക്ക് ബാലറ്റ് പേപ്പറിൽ ഈ പേര്. അതെ, ബാലറ്റ് പേപ്പറിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ഫോം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ അറിയപ്പെടുന്ന പേരെന്താണോ ആ പേര് കൊടുക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ പലരുടെയും പേര് അങ്ങനെയല്ല. ഇപ്പോൾ പല വ്യക്തികളുടെയും പേര് നമ്മൾ ഇന്ന് കാണുന്നത് പോലെയല്ല. അറിയപ്പെടുന്ന പല വ്യക്തികളുടെയും നമുക്ക് പലരെയും ഞാനത് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് സാറിനോട് പറയും. എനിക്ക് വേണമെങ്കിൽ മറുനാടൻ ഷാജൻ കൊടുക്കാം. ഷാജൻ സ്ക്രീൻ കൊടുക്കണം നിർബന്ധമില്ല. സാർ അങ്ങനെയാണ് അറിയപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുന്നതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടും. എന്നിട്ട് ഇത് എന്തായി? നിങ്ങൾക്കെതിരെ ഇവർ പരാതി കൊടുത്തു, അവർ കൊണ്ടുപോയിട്ട് പരാതി. എന്നിട്ട് ആ പരാതി തള്ളി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയാണ് അറിയപ്പെടുന്നത് എന്നുള്ളതിന് തെളിവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് മാത്രമല്ല, ഇത്രയധികം ചാനൽ ഡിബേറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ അതിൻ്റെ പേര് യുവരാജ് ഗൂഗിൾ എന്നാണ് സെൻട്രൽ ഗവൺമെൻറ് എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നിരിക്കുന്നത്. ഈ പത്രവാർത്തകൾ മുഴുവനും യുവരാജ് ഗൂഗിൾ എന്ന് പറഞ്ഞ് തന്നെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് എനിക്കത് പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഓക്കെ, അപ്പോൾ യുവരാജ് ഗോകുലിൻ്റെ വീട് എക്സാക്ട്ലി എവിടെയാണ്? ഞാൻ താമസിക്കുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ, തിരുവനന്തപുരം ടൗണിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ ജനിച്ചത് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്ത് കോട്ടയ്ക്കക ആശുപത്രിയിലാണ് ജനിച്ചത്. അമ്മയുടെ നാട് കിളിമാനൂരാണ്, അച്ഛൻ്റെ നാട് ഇവിടെ. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത്. അച്ഛൻ ഇപ്പോഴും ഓൾമോസ്റ്റ് ഇപ്പം അച്ഛൻ മതിയാക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അച്ഛനോട് ഒരു ഷോപ്പ് നടത്തുന്നുണ്ട്. അത് ഓൾമോസ്റ്റ് അച്ഛൻ വൈൻഡപ്പ് ചെയ്യുന്ന സിറ്റുവേഷനിലാണ്. അമ്മ ജോലിയില്ല, ഇവിടെ വീട്ടിൽ തന്നെ നാട്ടിലുണ്ട്. അമ്മ നാട്ടിലുണ്ട്. സഹോദരങ്ങൾ ആരുമില്ല, ഞാൻ ഒറ്റ മോൻ. നിങ്ങൾക്ക് എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്? എവിടെയൊക്കെ പഠിച്ചത്? ഞാൻ പഠിച്ചത് 10ാം ക്ലാസ് വരെ MMRHSലാണ് പഠിച്ചത്, നിറമങ്കര. അത് കഴിഞ്ഞ് +2 നെടുമങ്ങാട് അല്ലല്ല ഇവിടെ തന്നെ +2 SME സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് 1 വർഷം പോളിടെക്നിക്കിൽ പോയി. പോളിടെക്നിക്കിൽ പഠിച്ച യന്ത്രങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ പഠിക്കാൻ പോയത് മാത്രമേ ഓർമ്മയുള്ളൂ. അവിടെ പോയി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി 1 വർഷം കൊണ്ട് അവിടുത്തെ പഠനം അവസാനിപ്പിക്കേണ്ടി വന്നു. അങ്ങനെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് എഞ്ചിനീയറിങ്ങിനും പോകേണ്ടി വന്നു. പിന്നെ ബിടെക് തന്നെ പഠിച്ചു. പഠിച്ചു. എങ്ങനെയാണ് സിനിമയോട് താല്പര്യം ഉണ്ടാവുന്നതും സിനിമയുടെ മോഹൻലാൽ ഫാനാവുന്നതും? സിനിമയോട് താല്പര്യം എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പകാലം തൊട്ട് സിനിമയോട് വളരെ താല്പര്യമുണ്ട്. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന ഇടയ്ക്കിടയ്ക്ക് അടുത്ത് പത്മനാഭക്ഷേത്ര തിയേറ്ററിൽ പോകുമായിരിക്കും. അങ്ങനെയല്ല സാർ, ഞാൻ ഇതിനകത്ത് ചെറുപ്പകാലം തൊട്ട് ഞാൻ അത്യാവശ്യം വായിക്കുമായിരുന്നു. ഇപ്പം ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ കൈ കിട്ടിയൊരു പുസ്തകമാണ് 2ാം ഊഴം എന്ന് പറഞ്ഞിട്ട്, MTയുടെ. ഞാൻ ആ പുസ്തകം കാണാതെ പഠിക്കുക എന്നുള്ളതല്ല, ഞാൻ അതിനെ ഭക്ഷിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ വേണ്ടി. പുരാണ കഥ ആയതുകൊണ്ട് അതെ, എനിക്കത് എന്നെ ഇത്രയധികം സ്വാധീനിച്ച മറ്റൊരു പുസ്തകം ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം ഞാൻ ആ ഭീമനായിട്ട് ജീവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. എനിക്കൊക്കെ ആ സമയത്ത് ഫീൽ ചെയ്തത്. അതെ, നമുക്കൊക്കെ എനിക്ക് ഈ ഒരു വെക്കേഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2ാം ഊഴം വായിക്കുക എന്ന് പറയുന്നതാണ് എൻ്റെ ക്രൈസ്. വീണ്ടും വായിക്കും. ഞാൻ എത്ര തവണ വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അത്രത്തോളം ഞാൻ അതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു എന്നുള്ളതാണ് ആ പുസ്തകത്തിനകത്ത്. അപ്പോൾ ഈ പുസ്തക വായന പർട്ടിക്കുലർലി ഇപ്പോൾ MT പലരും കുറ്റം പറയുമ്പോഴും ഞാൻ ഒരിക്കലും MT എനിക്ക് രാഷ്ട്രീയമായിട്ട് വിയോജിപ്പുണ്ടാകാം, മറ്റു പല കാര്യങ്ങളിൽ വിയോജിപ്പുണ്ടാകാം. പക്ഷേ ഞാൻ അത്രയധികം ആരാധിക്കുന്ന ഒരു എഴുത്തുകാരനാണ് MT എന്ന് പറയുന്നത്. അപ്പോൾ ആ MTയുടെ എഴുത്തുകളെന്ന് പറഞ്ഞ സാറിന് അറിയാമല്ലോ, അത് ഏത് കൊച്ചുകുട്ടിക്ക് ഷൂട്ട് ചെയ്യാം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തിരക്കഥയുടെ. കാരണം എന്ത് ചെയ്യണം എന്നുള്ള ഡീറ്റെയിലിംഗ് ആണ് അതിനകത്ത്. സ്വാഭാവികമായിട്ടും അത് അത്രയും ഇൻവോൾവ് ആയിട്ട് വായിച്ചു പോയിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ എൻ്റെ മനസ്സിനകത്ത് ഇത്തരം കഥകളും ഈ പറയുന്ന കാര്യങ്ങളും എല്ലാം വല്ലാത്ത രീതിയിൽ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. പിന്നെ ചെറുപ്പകാലം മുതൽ ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്നെ സ്കിറ്റ് അവതരിപ്പിക്കുക, അത് സ്വന്തമായിട്ട് എഴുതി തന്നെ ചെയ്യും കേട്ടോ. ഞാൻ അതിനകത്ത് വേറെ ആരുടെയും കോപ്പി അടിക്കലൊന്നുമല്ല. ഞാൻ തന്നെ വായനാശീലം ഉള്ളതുകൊണ്ട് ഞാൻ തന്നെ സ്കിറ്റ് എഴുതി ഞാൻ തന്നെ അവതരിപ്പിക്കുക എന്നൊക്കെ പറയുന്ന ഒരു ശൈലിയിലേക്ക് പോകുന്നുണ്ട്. ഞാൻ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന സമയത്ത് കുസാറ്റിൽ വെച്ചിട്ട് ഞാൻ ഒരു നാടകം ഞാൻ തന്നെ എഴുതി. പക്ഷെ എനിക്ക് ഡയറക്റ്റ് ചെയ്യാനൊന്നും അറിയില്ല. അന്ന് പുറത്തുനിന്ന് ഒരാളാണ് വന്നത്, അദ്ദേഹം വന്ന് അതിനെ കൃത്യമായിട്ട്. കുസാറ്റിലാണ് പഠിച്ചത്? ഞാൻ കുസാറ്റിലാണ് പഠിച്ചത്.
ഇവിടെ MG എഞ്ചിനീയറിംഗ് കോളേജായിരുന്നു, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ കീഴിലായിരുന്നു അതുണ്ടായിരുന്നു. അപ്പോൾ ആ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ആ സമയത്ത് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. ആ സമയത്ത് എവിടെ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, ഡ്രാമ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ. ഡാൻസ് വലിയ ക്രേസ് ആയിരുന്നു എനിക്ക്, ഡാൻസ് ചെയ്തിട്ടുണ്ട്. ഡാൻസ് ചെയ്തിട്ടുണ്ട്. ഈ ഇടയ്ക്ക് എൻ്റെ പഴയൊരു ഡാൻസ് വീഡിയോ വലിയ വൈറലായിട്ട് വീണ്ടും കൂടുന്ന സാധാരണ സിനിമാറ്റിക് ഡാൻസ്. പഠിച്ചുള്ള ഡാൻസ് അല്ല. എന്താ പഠിച്ചുള്ള ഡാൻസ് അല്ല, ഡാൻസ് പഠിച്ചിട്ടില്ല. ഡാൻസ് അങ്ങനെ പഠിച്ചിട്ടില്ല, പക്ഷേ ഡാൻസ് അറിയാം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സനൂജ് സൈനു എന്നാണ് പേര്. അയാൾ മറ്റേ നമ്മുടെ ഇതിൻ്റെ ജീവൻ TVയുടെയൊക്കെ മെഗാ ഡാൻസർ വിന്നറൊക്കെ ആയിരുന്നു. അപ്പോൾ സനൂജ് ഞാനും ഒരു സമയത്ത് ഒരുമിച്ചാണ് നടക്കുന്നത്. അപ്പോൾ അവൻ്റെ ഉമ്മ വാപ്പ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡാൻസറുടെ ലുക്ക് ഉണ്ടോ നിങ്ങൾക്ക്? എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ട്, ഒരു ആർട്ടുമായി ബേസ് ചെയ്തിട്ട് അങ്ങനെ ഒരു പശ്ചാത്തലം വല്ലാത്ത രീതിയിൽ എനിക്കുണ്ട്. അതുകൊണ്ട് ഡാൻസ് പഠിച്ചോ? ഇല്ല. സിനിമാറ്റിക് ഡാൻസ് ഞാൻ കുറേ പഠിച്ചിട്ടുണ്ട്. മറ്റേ ഡാൻസ് ചെയ്യുമോ? ഇല്ല, മറ്റേ ഡാൻസ് ഒന്നും ഞാൻ പഠിച്ചില്ല. സിനിമാറ്റിക് ഡാൻസ് ഞാൻ പഠിച്ചിട്ടുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാണ്ടാണ്. ആദ്യകാലങ്ങളിലൊന്നും എല്ലാവരും പറയും ഒരിക്കലും നിന്നെ കൊണ്ട് ഡാൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ്. പക്ഷേ അവസാനം ഞാൻ എൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എനിക്ക് വല്ലാത്ത രീതിയിലുള്ള ഒരു കയ്യടി തന്ന ഒരു സ്റ്റേജായിരുന്നു. പിന്നെ സിനിമയോടുള്ള ഭ്രമം കൂടിയത് അങ്ങനെ ഇതിൻ്റെ തുടർച്ചയായിട്ടുണ്ടായതാണ്. ഇപ്പോൾ എന്നെക്കുറിച്ചിട്ട് എല്ലാവരും പറയുന്നൊരു പരാതിയുണ്ട്, എൻ്റെ വീട്ടുകാരുൾപ്പെടെ പറയുന്ന പരാതി, ഞാൻ എക്സ്ട്രീമാണ് എന്നുള്ള കാര്യം. ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആവാൻ തുടങ്ങിയാൽ അതിനകത്ത് എക്സ്ട്രീമാണ്. അത് വേണ്ടാന്ന് തോന്നിയാൽ പിന്നെ വഴിക്ക് തിരിഞ്ഞേ നോക്കത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് മൂവി എന്ന് പറയുന്നത് ഭയങ്കര ഒരു ക്രേസ് ആയിരുന്നു. അഭിനയിക്കണമെന്നായിരുന്നോ അതോ സംവിധാനം ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം? ശരിക്കും ഞാൻ നല്ലൊരു ആക്ടർ ആയിരുന്നു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അത് എനിക്ക് ഷേപ്പുള്ളൊരു സിനിമ ആടുജീവിതത്തിലെ ഒരു നടൻ, നിങ്ങളുടെ ഒരു ഷേപ്പുണ്ട്. ആടുജീവിതത്തിൽ ആ ഒരു പയ്യൻ ഇടയ്ക്ക് വരുന്നില്ല ഒരു അല്ല, ഇതിനകത്ത് വേറൊരു പേര് ഇതാണ് സാർ. ഈ എക്സ്ട്രീമിൻ്റെ രണ്ട് വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് ഞാൻ സിനിമയെ കാണുന്നില്ല. ഈവൻ ദുരന്തർ പോലും ഞാൻ നേരെ അവാർഡ് കിട്ടിയ പയ്യന്, അവന് നല്ല അഭിനയമായിരുന്നു. ഈ എക്സ്ട്രീമിൻ്റെ പ്രശ്നമാണ്. ഒരു എക്സ്ട്രീമിൽ ഞാൻ ഭയങ്കരമായിട്ട് അതിനകത്ത് ഇൻവോൾവ് ആണ്. അത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് അതിൽ നിന്ന് മാറി ഞാൻ പൊളിറ്റിക്സിലേക്ക് പതുക്കെ ഡ്രിഫ്റ്റ് ആയി തുടങ്ങുന്ന ഒരു ടൈം, സിനിമ വിട്ടു. അപ്പം ഞാൻ സിനിമയോടുള്ള ആഗ്രഹം കൊണ്ട് എന്തെല്ലാം ചെയ്തു? സിനിമയോടുള്ള ആഗ്രഹം കൊണ്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തു. എനിക്ക് അതിനകത്തൊരു ദേശീയ പുരസ്കാരം ലഭിച്ചു. അത് വൻ വൈറലായിട്ട് കേരളത്തിലോടി. ആ ഒരു കൊച്ചുകുട്ടി ഒരു കൊടി വിൽക്കാൻ പോകുന്ന ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്, ഒരു 10 rupees എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ എഴുതിയിട്ട് സാധനം. അത് ഭീകരമായിട്ട് വ്യൂസ് വന്നു കേട്ടോ. എനിക്ക് ഒന്ന് 3 കോടി 5 കോടി വൻ വൈറലായിരുന്നു. അത് പലർക്കും ഞാനാണ് ചെയ്തത് എന്ന് ആർക്കും അറിയില്ല എന്നുള്ളൊരു ഫാക്ടർ ഉണ്ട് അതിനകത്ത്. അത് മാത്രമല്ല, എനിക്ക് അതിനകത്ത് ഏറ്റവും കൂടുതൽ തോന്നിയെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കൽ ഡൽഹിയിൽ പോയപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ 3 പ്രൊഫസേഴ്സ്, മലയാളികളല്ല ബിഹാറികളാണ്, അവർ പറഞ്ഞു കേട്ടിട്ട് എന്നെ കാണാൻ വേണ്ടി വന്നു. കാരണം ഈ സാധനം നോർത്ത് ഇന്ത്യയിൽ ഭയങ്കര സബ് ടൈറ്റിൽ ഉള്ളത് കൊണ്ട് നോർത്ത് ഇന്ത്യയിൽ ഇത് ഭയങ്കര ഹിറ്റായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാധനം. പിന്നെ ഞാനൊരു 2 സ്ക്രിപ്റ്റ് ഓൾമോസ്റ്റ് അല്ല കംപ്ലീറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഞാനത് പോയി പലരോടും പിച്ച് ചെയ്തു. ചെയ്യാമെന്ന് പറഞ്ഞ മെയിൻ സ്ട്രീം നടന്മാരുണ്ട്, പക്ഷേ എൻ്റെ ഇൻവോൾവ്മെൻറ്റിൻ്റെ കുറവ് കാരണം അത് നടന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ സ്ക്രിപ്റ്റിൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതിയാലും അവർക്ക് സജഷൻ ഉണ്ടാവും, ചില ഭാഗം തിരുത്തണം, അങ്ങനെ തിരുത്തണം. ഇപ്പോൾ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് ഒരു സാധനത്തിനകത്ത് ഞാൻ കുറഞ്ഞത് 6 മാസമെങ്കിലും ഞാൻ കൊടുക്കാൻ എനിക്ക് പറ്റണം. എനിക്ക് പൊളിറ്റിക്സും ഇതും കൂടി മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അവസാനം അത് സാക്രിഫൈസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ചെയ്തത്. മോഹൻലാലിനെ എവിടെ ആദ്യം കണ്ടുമുട്ടുന്നത്? ലാലേട്ടനെ ആദ്യം കണ്ടുമുട്ടുന്നത് എനിക്ക് തോന്നുന്നു ഒരു നാൾ വരും എൻ്റെ ലൊക്കേഷനിലാണ് ഞാൻ കാണുന്നത്. പിന്നെ സ്ഥിരം കാണും? പിന്നെ വർഷത്തിൽ ഒരു തവണയെങ്കിലും ഏറ്റവും കുറഞ്ഞത് കാണുന്നത്. എവിടെ ഉണ്ടെങ്കിലും പോയി കാണുവാണോ? ഞാൻ ഇടയ്ക്ക് പോയി കാണും. നന്നായിട്ട് അറിയാം ലാലേട്ടനപ്പോൾ? നന്നായിട്ട് അറിയാം. വീട്ടിൽ പോയിട്ടുണ്ടോ? ഇല്ല. വീട്ടിൽ പോയിട്ടുണ്ട്. ആണോ? നല്ല സുഹൃത്തുക്കളാണ്. സുഹൃത്ത് എന്ന് പറയുമ്പോൾ ഞാനല്ലല്ലോ പറയണത്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ വലിയ ഞാൻ ലാലേട്ടൻ്റെ സുഹൃത്തുക്കളാണെന്ന് പറയാം. അങ്ങനെയൊന്നുമല്ല. ലാലേട്ടൻ വരുമോ തിരുവക്കാട്? ഇല്ല. ഞാൻ അത്തരം കാര്യങ്ങളിലൊന്നും അനുസരിക്കുമെന്ന് അറിയാമോ? അറിയാം. ഞാനത് അത്തരം കാര്യങ്ങൾ ഞാൻ ഈ ആവശ്യമില്ല. എനിക്ക് അവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന ശരിയല്ല. നമ്മൾ നാളെ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചാൽ പോലും എന്താ സംഭവിക്കുക, അയാൾ നമ്മുടെ റിലേഷനെ ദുരുപയോഗം ചെയ്യുകയാണെന്നുള്ള ഫീല് വരും. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ആ ഒരു തരത്തിൽ ബുദ്ധിമുട്ടിക്കാൻ പോകാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു. എനിവേ, രാഷ്ട്രീയത്തിലേക്ക് വരാം. എങ്ങനെയാണ് ഈ ABVP കാരനായിരുന്നു ABVP അല്ലെങ്കിൽ BJP അല്ലെങ്കിൽ RSS രാഷ്ട്രീയം തലയിൽ പിടിക്കുന്നത്? ഏത് കോർണറിൽ വെച്ചാണ് അതിലേക്ക്? സാധാരണ SFI ആണല്ലോ നമുക്കൊക്കെ ഒരു വികാരമായി വരേണ്ടത്. തീർച്ചയായിട്ടും. പിന്നെ ഏത് കോർണറിലാണ് ഈ രാഷ്ട്രീയം വന്നത്? ഏത് കോർണറിലാണെന്ന് ചോദിച്ചാൽ സാർ, ഞാൻ വളരെ ചെറുതിൽ മുതൽ എനിക്ക് രാഷ്ട്രീയം ഉണ്ട് എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു രാഷ്ട്രീയം എനിക്കുണ്ട്. രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു കക്ഷി രാഷ്ട്രീയം എന്നുള്ളതല്ലല്ലോ. ഞാനൊരു 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ എനിക്ക് അങ്ങനെ ഒരു കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട് എന്ന് പറഞ്ഞാലും തെറ്റില്ല. അപ്പോൾ ആൾക്കാർ ചോദിക്കും, മറ്റേ സിനിമാടി പറഞ്ഞ പോലെ 1.5 വയസ്സിൽ നീന്താൻ പോയെന്ന് പറഞ്ഞ പോലെ ആണോ എന്ന് ചോദിക്കും. അങ്ങനെ അല്ല. ബോബി ചെമ്മണ്ണൂര് അതെ, മറ്റേ കാർ ഓടിച്ചു
എനിക്ക് വല്ലാത്തൊരു രാഷ്ട്രീയ കാഴ്ചപ്പാട് ആ കാലഘട്ടം മുതലുണ്ട്. അതെങ്ങനെ രൂപപ്പെട്ടു? അതെങ്ങനെ വായന ഉണ്ടാവാം, എനിക്കറിയാം. അല്ല എന്നാലും 1 മുതലോ? അത് ഇച്ചിരി ഏർലി അല്ലേ? അത് ഇച്ചിരി ഏർലി ആണെന്ന് എനിക്കും തോന്നലുണ്ട്. പക്ഷേ സംഭവം നമുക്കത് മാറ്റിയാലോ? ഡേറ്റ് ഇച്ചിരി മാറ്റാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ കാലഘട്ടം മുതൽ കൃത്യമായ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. ആ രാഷ്ട്രീയ കാഴ്ചപ്പാട് എങ്ങനെയാന്ന് അതെനിക്കറിയില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്കറിയില്ല. ഇപ്പോൾ വീട്ടിൽ ഒരു ഇലക്ഷൻ സമയത്ത് ഒരു നോട്ടീസ് കൊണ്ടിട്ടാൽ പോലും ഇന്ന പാർട്ടി ജയിക്കരുത് എന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് അന്ന് തൊട്ടുണ്ട്. അത് ബേസിക്കലി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാധനം കാണും, ഇവർ ജയിക്കരുത് എന്നുള്ളൊരു തോന്നൽ. നിങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ ജീവിക്കുന്നുണ്ടാവാം, അവരുടെ ഒരു ആധിപത്യം ഉള്ളത് ആയിരിക്കാം, അറിയില്ല. പിന്നെ എൻ്റെ മാമന്മാരൊക്കെ വല്ലാണ്ട് വീട്ടിൽ രാഷ്ട്രീയം സംസാരിക്കുന്ന ആൾക്കാരാണ്. എൻ്റെ മൂത്തമ്മാവനുണ്ട്. മൂത്തമ്മാവൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കെ കരുണാകരൻ ആരാധകനായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് CPM-നോടുള്ള വിരോധം ഉണ്ടാവും. അതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് മറ്റൊരു അമ്മാവനുണ്ട്. അദ്ദേഹമാണ് ആദ്യത്തെ നമ്മുടെ കുടുംബത്തിലെ BJP-കാരൻ, പട്ടാളക്കാരനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ തമ്മിലുള്ള വാഗ്വാദങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് BJP-യോട് കൂടുതലൊരു താല്പര്യം ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നി തുടങ്ങുന്ന ഒരു സ്കൂൾ പഠിക്കുമ്പോൾ തന്നെ ഞാൻ ഈ പറയുന്ന കാലഘട്ടം മുതലുണ്ട്. ഇല്ല എന്ന് ഞാൻ പറയുന്നത്. BJP ഒന്നും വലിയ കാര്യമാണ്. തിരുവനന്തപുരത്തൊന്നും BJP ഉണ്ട്. BJP ഒരു ഫാക്ടറാണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇവിടെ അതൊരു ഫാക്ടർ ആയിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ ദേശീയത എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ആ കാലഘട്ടം മുതൽ എനിക്കുണ്ട്. അതിനകത്ത് ഇല്ല സാർ, കക്ഷി രാഷ്ട്രീയം എന്നുള്ള സാധനത്തിന് അപ്പുറത്തേക്കാണ് ഞാനത് പറയുന്നത്. എനിക്ക് ഈ സോഷ്യൽ സ്റ്റഡീസൊക്കെ പഠിക്കുമ്പോൾ ആ സമയത്ത് ഞാൻ കഴിഞ്ഞ ദിവസം മറ്റൊരിടത്ത് പറഞ്ഞത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ബ്രിട്ടനെ കോൺകർ ചെയ്യാൻ പോകണം. കാരണം അവരിവിടെ വന്ന് നമ്മളെ അധിനിവേശം നടത്തി അപ്പോൾ തിരിച്ചു പോയി ചെയ്യണമെന്നുള്ള അന്നത്തെ കാലത്തെ ചെറിയ കൊച്ചുകുട്ടിയുടെ ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു ദേശീയതയുടെ കാഴ്ചപ്പാട് ചെറിയ കാലഘട്ടം മുതൽ. എന്നാണ് പ്രവർത്തനം സജീവമായിട്ട് തുടങ്ങുന്നത്? പ്രവർത്തനം സജീവമായിട്ട് തുടങ്ങുന്നത് 2004 മുതലാണ്. 2004 പഠിക്കുക. അന്ന് ഞാൻ +2 കഴിഞ്ഞിട്ട് പോളിടെക്നിക്കിലേക്ക് കയറുന്ന സമയത്താണ് ആക്റ്റീവായിട്ട് ഞാൻ എൻ്റെ സ്വബോധത്തിൽ സ്വന്തം താല്പര്യത്തിൽ ഞാൻ ആ സാധനം രാഷ്ട്രീയക്കാരനാവുന്ന പക്ക രാഷ്ട്രീയക്കാരനാണ്. പോളിടെക്നിക്കിലായിരുന്നു. അപ്പോൾ ചെന്ന് കയറുമ്പോൾ തന്നെ എനിക്കറിയാം ഞാനിവിടെ രാഷ്ട്രീയം ചെയ്യാൻ പോവുകയാണ് എന്നുള്ള ഉറച്ച ബോധ്യത്തോടു കൂടി തന്നെ. എന്നിട്ട് അവിടെ സംഘർഷങ്ങൾ വല്ലതും ഉൾപ്പെടേണ്ടി വന്നോ? അല്ല, സംഘർഷങ്ങൾ മാത്രമേ ഉൾപ്പെടേണ്ടി വന്നുള്ളൂ എന്നുള്ളതാണ്. കാരണം ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും ഒക്കെ പലരുടെയും കൊടിയിൽ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാകുന്നത് അപ്പോഴാണ്. ഞാൻ കരുതുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മത്സരിക്കുന്നു, നമ്മളും മത്സരിക്കുന്നു, സ്വാഭാവികമാണ് ഏതെങ്കിലും ഒരാൾ ജയിക്കും എന്നൊക്കെ ഉള്ളൊരു തരത്തിലാണ് പോകുന്നത്. മത്സരിച്ച് തോക്കുന്നതിനകത്ത് നമുക്ക് ഭയമില്ല, അന്നുമില്ല ഇന്നുമില്ല. മത്സരിച്ച് തോക്കുന്നതിനകത്ത് ഭയമില്ല. ഞാൻ ചെന്നിട്ട് നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് പലരും എന്നോട് ചോദിച്ച കാര്യം, ജീവിക്കാൻ താല്പര്യമില്ലേ എന്നാണ് എന്നോട് ചോദിക്കുന്നത്. ഞങ്ങൾ സമ്മതിക്കത്തില്ല, അവർക്ക് അങ്ങനെ അനുഭവം ഉണ്ടല്ലോ. അതെ, അവർക്ക് അങ്ങനെ പാരമ്പര്യമുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഒരു തിരഞ്ഞെടുപ്പിൽ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ മത്സരിക്കും. അവിടെ ABVP അത് സജീവമാണോ? ABVP സജീവമാണ്. പക്ഷെ സാറിന് അറിയാലോ ABVP-യുടെ ക്യാമ്പസ്, ABVP എന്ന് പറഞ്ഞു എന്നിട്ടോ അപ്പോൾ ഞാൻ പോയിട്ട് നോമിനേഷൻ കൊടുത്തു. അപ്പോൾ ഫസ്റ്റ് ഇയർ 6 ക്ലാസ്സുകളുണ്ട്. ബാക്കി എല്ലാ ക്ലാസ്സുകളിലെയും സ്ഥാനാർത്ഥികളെ ഇവർ പോയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് നോമിനേഷൻ പിൻവലിപ്പിക്കുകയാണ്. അപ്പോൾ അന്നത്തെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ നൊട്ടോറിയസ് ആയിട്ടുള്ളൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു സ്ഥിരം ചോദ്യമാണ്, ഏത് വഴിക്കാണ് വരുന്നത്? ഈസ്റ്റ് കോട്ടിൽ നിന്നാണ് ബസ് കയറുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജ് വഴിയല്ലേ വരുന്നത്? യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുമ്പിൽ ഇറക്കിയിട്ട് ഞങ്ങൾ ഇടിക്കും, ഇതാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതൊരു പേടിപ്പെടുത്തുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഈ പേടിപ്പിക്കൽ കാരണം പലരും നോമിനേഷൻ പിൻവലിക്കുകയാണ്. ഞാൻ മാത്രമാണ് നോമിനേഷൻ പിൻവലിക്കും. അപ്പോൾ ഇവരെന്നെ പരിചയപ്പെടാൻ എന്നുള്ള കണക്കിന് വന്നിട്ട് ഒരാൾ വളരെ മാന്യമായി സംസാരിക്കും, മറ്റു കുറേ ആൾക്കാർ ചുറ്റും നിന്നൊരുമാതിരി ഭീഷണിപ്പെടുത്തുന്ന കണക്കുള്ള. അപ്പോൾ ഇയാളെ മറ്റേ ഉള്ളവരെ സമാധാനിപ്പിക്കുക, അങ്ങനെയൊന്നും പറയരുത്, ഇങ്ങനെയൊന്നും പറയുന്നത്, ഈ ഗുഡ് കോപ്പ് ബാഡ് കോപ്പ് കളിയാണ് ഇവരാണ്. ഞാൻ പറഞ്ഞു ഞാൻ നോമിനേഷൻ കൊടുത്ത് ഞാൻ മുമ്പോട്ട് പോകുന്നതാണ്. ഞാൻ മത്സരിച്ചു, ജയിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മ. ജയിച്ചു. എന്തായിരുന്നു? ഞാൻ ഫസ്റ്റ് ഇയർ ക്ലാസ്സുകൾ ആദ്യമായിട്ട് ചെയ്യണം. ഇത് 20 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ഇയർ ക്ലാസ്സിനകത്ത് SFI അല്ലാത്ത ഒരാൾ മത്സരിക്കുന്നതും ജയിക്കുന്നതും. മത്സരിക്കാറേ ഇല്ല, ആദ്യമായിട്ടാണ് ഒരു 2 പതിറ്റാണ്ടിനിടയിൽ ജയിക്കുന്നത്. അതിനുശേഷം നിരന്തര സംഘർഷമാണ്. നിരന്തര സംഘർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-30 പേര് കൂടുക, ക്ലാസ്സിലേക്ക് വരിക, നമ്മുടെ തൂക്കിയെടുത്ത് താഴെ ഇടുക, ചവിട്ടുക, വളഞ്ഞിട്ട് ഈ ഒരു പ്രോസസ്സ് 1 വർഷത്തോളം അതിനകത്ത് കണ്ടിന്യൂ ചെയ്ത് സ്കൂൾ പ്രിൻസിപ്പൾ ഒന്നും ചെയ്യത്തില്ല, കോളേജ് ഒന്നും ചെയ്യത്തില്ല. SFIയുടെ ആർക്കും അവിടെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടില്ല. അതാണ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇവരൊരു 100-150 പേര് സംഘടിച്ച് നിന്നുകൊണ്ടുള്ള ഒരു ഇതാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ അവിടെ വർക്ക് ചെയ്തു, വളരെ അടിത്തട്ടിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ഈ വർക്ക് എന്ന് പറഞ്ഞാൽ പുറത്തങ്ങനെ കാണുന്നതിന് വലിയ ആഡംബരത്തിലായിരിക്കില്ല ഞാൻ പലപ്പോഴും വർക്ക് ചെയ്ത് പോകുന്നത്. വളരെ അടിത്തട്ടിൽ ഞാൻ വളരെ സാധാരണ പോലെ വർക്ക് ചെയ്തങ്ങ് പോകലാണ്.
സെക്കൻഡ് ഇയർ ആവുന്ന സമയത്ത് AVP അവിടെ വളരെയധികം സ്ട്രോങ് ആവുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതുവരെയും ഈ സംഘർഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടി കൊള്ളുക എന്ന് പറയുന്നത് മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഒരു 10-20 പേരിട്ട് സംഘടിക്കും, എന്തെങ്കിലും ഒരു കാരണം പറയും, നമ്മളെ തല്ലും. ഇതായിരുന്നു അവിടുത്തെ ഒരു പ്രോസസ്സ് പൊക്കോണ്ടിരുന്നത്. പക്ഷെ ഞാൻ ഇതിനെ എല്ലാത്തിനെയും ഞാൻ സ്റ്റാൻഡ് ചെയ്തു എന്നുള്ളതാണ്. സ്റ്റാൻഡ് ചെയ്തു. സെക്കൻഡ് ഇയർ എത്തി വളരെ സ്ട്രോങ് ആയി AVP അവിടെ. ഇപ്പോൾ സ്ട്രോങ് ആയെന്ന് പറഞ്ഞാൽ അവിടെ ഒരു പരിപാടിയിൽ 99 പേര് പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷേ ഒരാളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ 100 ആയേനെ എന്നുള്ള ഒരു വലിയ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതോടുകൂടി ഇവർ കുറച്ചുകൂടി ഇവർക്ക് ഭ്രാന്ത് പിടിച്ച കണക്കായിട്ടുണ്ടായിരുന്നു. ഭ്രാന്ത് പിടിച്ച കണക്കായി ഇവർ വലിയ തരത്തിലുള്ളൊരു സംഘർഷത്തിലേക്ക് അന്ന് തിരിച്ചടിക്കാൻ നമുക്കും പറ്റാൻ തുടങ്ങി. അന്ന് തിരിച്ചടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വരികയാണ്. പക്ഷേ ഇവരെന്നെ കോർണർ ചെയ്ത് അടിച്ച് കളഞ്ഞു എന്നുള്ളതാണ്. എന്നെ ഞാൻ സിംഗിളാക്കി, ഞാൻ മാത്രം നടുക്കി, ഇവർ ചുറ്റുന്ന എൻ്റെ തോളൊക്കെ കണ്ട് ഇത്ര ഹൈറ്റുണ്ട്, നീരടിച്ചിട്ട് ആ ഒരു അവസ്ഥയായിരുന്നു. ഇപ്പോഴും എനിക്ക് 10 മിനിറ്റ് അടുപ്പിച്ച് മലന്ന് കിടക്കാൻ പറ്റില്ല. അത് വെച്ച് കഴിഞ്ഞാൽ അകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അന്ന് തടവാനൊന്നും പറ്റിയിട്ടില്ല. എന്ന് വെച്ചാൽ അങ്ങനെ ഇതുവരെ ഞാൻ എടുത്തിട്ടില്ല, ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പ്രായം കൂടി വരുമ്പോൾ ശരീരത്തിനകത്ത് അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തിരിച്ച് അടിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇയർ കുട്ടികൾ വന്നു. ഇനിയിപ്പം നമുക്കത് വീണ്ടും ഇത്രയും നമ്മൾ ചെയ്തിട്ട് വീണ്ടും നമുക്ക് നോക്കിക്കൊണ്ടേക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ട് തിരിച്ചൊരു സംഘർഷത്തിലേക്ക് അത് പോകുന്ന സാഹചര്യമുണ്ട്. കോളേജ് കുറച്ച് ദിവസത്തേക്ക് അടച്ചിട്ടു, എന്നെ പുറത്താക്കുന്ന സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിലേക്ക് പോയതിന് ശേഷമാണ് ഞാൻ ബിടെക്കിന് പോകേണ്ടെന്നൊരു നിർത്തുന്ന സാഹചര്യമുണ്ട്. അതാണ് 1 വർഷം പഠിച്ചിട്ട് അവിടെ ബിടെക്കിൽ. പക്ഷേ രാഷ്ട്രീയം ഇല്ലായിരുന്നിരിക്കാം. ബിടെക്കിൽ അവിടെ ആ ക്യാമ്പസിനകത്ത് അങ്ങനെ രാഷ്ട്രീയം ഉണ്ടായിരുന്ന ക്യാമ്പസ് ആയിരുന്നില്ല. പക്ഷേ എന്നിട്ടും സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടുകാർക്ക് പോലും അറിയില്ല ആ സാധനം. ഞാനവിടെ പഠിക്കാൻ പോയി കഴിഞ്ഞതിന് ശേഷം അതൊരു കമ്മ്യൂണിസ്റ്റ് കോട്ടയായിരുന്നു. വണ്ടിത്തടം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഒരു 100-150 പേര് നാട്ടുകാർ സംഘടിച്ച് എൻ്റെ കോളേജിലേക്ക് വന്നു. അവിടെ നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമം അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഈ പഴയ തുടർച്ചയായിട്ട് ഇവന്മാർ പുറകെ നടക്കും. എന്നോടൊരു അധ്യാപകൻ പറഞ്ഞതാണ്, എനിക്ക് ഇവരോടുള്ള ഏറ്റവും വെറുപ്പിൻ്റെ കാരണങ്ങളിൽ ഒന്നതാണ്. ഇയാളൊരു കോളേജ് പ്രിൻസിപ്പളായിരുന്നു, ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പോൾ അയാൾ സ്ട്രിക്റ്റായിട്ട് ഇവന്മാരെ ഒതുക്കി. അപ്പം അത് കഴിഞ്ഞ് റിട്ടയറായി, തിരുവനന്തപുരത്താണ്. ഇയാൾ രാവിലെ നടക്കാനിറങ്ങുമ്പം ഇവിടെയുള്ള SFIക്കാർ അമ്മമാരെ മെസ്സേജ് കൊടുത്തിട്ട് അടുത്ത് ചെവിക്കലിൽ അടിച്ചിട്ട് പോകും. ഓക്കെ, ആദ്യം അടി കിട്ടി, എന്നെ സാറല്ലേ ചോദിച്ചാണെന്ന് പറഞ്ഞു, ഒറ്റ അടി. അവനങ്ങ് ഒരു സൈക്കിളിൽ അങ്ങ് പോയി. പിറ്റേ ദിവസം വേറെ സ്ഥലത്ത് വേറൊരുത്തും വന്ന് അടിച്ചു. ഇയാൾ നടപ്പ് നിർത്തി. ഇതാണ് ഇവന്മാരുടെ ആ ഒരു പ്രോസസ്സിലാണ് സാറേ. ഇപ്പം ഞാൻ വിവാഹം കഴിച്ചത് കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂരിൽ നിന്ന് വിവാഹം കഴിച്ചു. ഞാനപ്പോൾ അതുകൊണ്ട് കണ്ണൂർ പോകുന്ന സമയത്ത് തന്നെ പരിപാടികൾക്ക് വരും. പഴയ യുവരാജ് എന്ന് പേരിട്ട പെണ്ണിനെ കുറിച്ച് അറിയാമോ ഭാര്യയ്ക്ക്? അതൊക്കെ അറിയാം. അതുകൊണ്ടല്ലേ എത്ര ധൈര്യമായിട്ട് പറയുന്നല്ലേ. എന്നിട്ട് അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് ഈ ചില പാർട്ടി ഗ്രാമങ്ങളുണ്ട്. അപ്പോൾ അവിടെ എന്നെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഇവർ വിളിക്കും, ചേട്ടാ ഒന്ന് വരുമെന്ന് ചോദിക്കും. ഞാൻ പറയാം വരാമെന്ന് പറഞ്ഞാൽ ഈ പാർട്ടി ഗ്രാമം എങ്ങനെ ഇരിക്കുമെന്ന് നമുക്കൊന്ന് കാണണമല്ലോ. അപ്പോൾ എനിക്ക് പാർട്ടി ഗ്രാമത്തിനകത്തുള്ള പരിപാടി കുറച്ച് എക്സൈറ്റഡ് ആയിട്ടൊക്കെയാണ് പോകുന്നത്. എന്താ സംഭവിക്കാമെന്ന് അറിയില്ലല്ലോ. അവിടെ ചെല്ലുമ്പോൾ കാണുന്ന ഒരു 800 സ്ക്വയർ ഫീറ്റ് മുറിക്കകത്താണ് ഈ പറയുന്ന പല പരിപാടി നടക്കും. 10-15 പേരൊക്കെ ഉണ്ടാകും. 800 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ ഹോളെന്ന് പറയുന്നത് എത്ര ചെറുതായിരിക്കും എന്ന് നമുക്കറിയാം. ആ ഹോളിനകത്ത് വളരെ പതുക്കെ ശബ്ദം പുറത്തേക്കാണ് നടത്തുന്നത്. ഇത് കേട്ട പ്രശ്നം വെച്ചാൽ അവർക്ക് മരിക്കാനല്ല അവർക്ക് ഭയം, ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രശ്നം. അത് വെച്ച് കഴിഞ്ഞാൽ കിണറുകൾക്കകത്ത് ബാർബർ ഷോപ്പിൽ നിന്ന് മുടി എടുത്തുകൊണ്ടിടുക. പിന്നെ ഈ കിണർ ഇറക്കാൻ നടക്കില്ല. ഈ കിണർ ഇറക്കാൻ ആ പ്രദേശത്തുള്ള ഒരു പണിക്കാരനെ കിട്ടില്ല. എന്നാൽ നമ്മളെപ്പോലെ സിറ്റി ജീവിക്കുന്ന പോലെയല്ല ഈ ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർ. രാവിലെ 6 മണിയുടെ ബസ്, 8 മണിയുടെ ബസ്, 10 മണിയുടെ ബസ്, ഇങ്ങനെയാണ് അവരുടെ ലൈഫിൻ്റെ ഷെഡ്യൂൾ ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പലരും കൂലിപ്പണിക്കാരാണ്. അപ്പോൾ പ്രാദേശികമായിട്ട് ഇവർക്ക് പണി കിട്ടില്ല. ഇപ്പോൾ ഇവർക്ക് ദൂരെ എവിടെയെങ്കിലും പോയി പണി ചെയ്യേണ്ടുന്ന സാഹചര്യം വരും. അപ്പോൾ 8 മണിയുടെ ബസ് ക്യാൻസലായാൽ അന്നത്തെ ദിവസം അവർക്ക് പണിയും കിട്ടില്ല എന്നുള്ളതാണ്. ഇവർ പോകുന്നു, രാത്രിയിൽ ഒരു 6 മണിയുടെ ബസ് കഴിഞ്ഞാൽ പിന്നെ ബസ്സില്ല. അപ്പോൾ ഇവരുടെ ജീവിതം ദുസ്സഹമാവും. ആ പ്രദേശത്ത് ഒരൊറ്റ കടകളിൽ നിന്ന് അവർക്ക് സാധനം കൊടുക്കില്ല. ഒരു പാല് മേടിക്കണമെങ്കിൽ ഇവർ 5 കിലോമീറ്റർ അപ്പുറത്തേക്ക് ബസ്സിൽ കയറി പോയി മേടിച്ചിട്ട് വരേണ്ടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇവർ ജീവിക്കാൻ സമ്മതിക്കില്ല. നിങ്ങളത് BJP ആവണ്ട, നിങ്ങൾ CPM ആണെന്ന് വെച്ചോളൂ. അവിടെ പാർട്ടി കമ്മിറ്റിയിൽ ഒരു ചോദ്യം ചോദിച്ചു, പാർട്ടി നേതൃത്വത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പുറത്താക്കണം. അയാളെ പുറത്താണ്. അയാൾ മരിച്ചാൽ അവിടെ അടക്കനാർക്ക് പോകാൻ പാടില്ല, അവിടെ പെട്രോമാക്സ് കൊടുക്കാൻ പാടില്ല. ഇതാണ് ഇപ്പം എൻ്റെ കുറേ ബന്ധുക്കൾ മലയോര പ്രദേശത്തുണ്ട് കണ്ണൂരിൽ. അപ്പോൾ ഈ ഇലക്ഷനൊക്കെ ആകുമ്പോൾ ഡ്യൂട്ടിക്ക് അവരാണ് വരുന്നത് പാർട്ടി ഗ്രാമങ്ങളിലേക്ക്. തലേ ദിവസം തന്നെ വന്നിട്ട് അവരോട് പറയും, നിങ്ങളുടെ താമസം ഇത്, ചായ ഇത്, ഭക്ഷണം ഇത്, നിങ്ങളുടെ ഭാര്യ വീട് ഇവിടെയാണല്ലോ, നിങ്ങളുടെ അനിയൻ ഇവിടെയാണല്ലോ, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് ഞങ്ങളുടെ ഇവർ പറയുന്നത് ചെയ്യും. കാരണം ജീവൻ തന്നെ വേണ്ടത്. അതെ. എന്നല്ല, ഇത് എന്നോട് വേറൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആളുടെ പേരും ഞാൻ സ്ഥലവും മറന്നുപോയി. അദ്ദേഹം CPM കാരനായിരുന്നു ഈ പറഞ്ഞ പോലെ തന്നെ. അദ്ദേഹം ഈ പറയുന്ന പോലെ പാർട്ടിക്ക് ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി.
ഒറ്റപ്പെടുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തോട് ആ ഗ്രാമത്തിൽ ഒരാൾ പോലും മിണ്ടില്ല, സംസാരിക്കില്ല. ആഗ്രഹം ഉണ്ടാവും, പക്ഷെ സംസാരിക്കില്ല. അപ്പോൾ അദ്ദേഹം ഒരു കടയിൽ ചെന്നാൽ ചായ കൊടുക്കില്ല, അവിടെ ഇരിക്കുന്ന ആൾക്കാർ തിരിഞ്ഞേക്ക്. ഇദ്ദേഹം ഒരു മാസത്തോളം ഇതിനെ സഹിച്ചു. അത് കഴിഞ്ഞ ആൾ ചെയ്തതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൈ തന്നെ അദ്ദേഹം കൂട്ടിക്കെട്ടിയിട്ട് കുളത്തിൽ ചാടി ആത്മഹത്യ ചെയ്തു. കാരണം നീന്തൽ അറിയാമെന്നുള്ളത് കൊണ്ട്, അല്ല ഇതില്ല എന്നുണ്ടെങ്കിൽ പുള്ളി ചിലപ്പോൾ അറിയാണ്ട് നീന്തി രക്ഷപ്പെടുമെന്ന് കരുതിയിട്ട് നന്നായിട്ട് നീന്തൽ അറിയാവുന്ന ആളാണ്. നന്നായിട്ട് കൈ രണ്ടും കൂട്ടിക്കെട്ടിയിട്ട് കുളത്തിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു. ഇതാണ് ഈ CPM. അതുകൊണ്ടാണ് ഈ സാധനം ഇല്ലാതായി തീരണം എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം ഇവർ പതിയെ പിടിപിടിക്കുക. പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ പ്രദേശത്ത്, അതായത് ഈ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി പ്രദേശം, ഇവരൊട്ടും ശക്തമല്ലായിരുന്നു. ഇപ്പോൾ അവിടെ അവർ ശക്തിപ്പെടുവാണ് ഈ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട്. അതുകൊണ്ടാണ് ഇത് എങ്ങനെയെങ്കിലും അവസാനിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഞങ്ങളൊക്കെ ഇതുപോലെ അടിമകളായി പോകേണ്ട സാഹചര്യം ഉണ്ടാകും. ഇപ്പം നമുക്ക് ധൈര്യമായിട്ട് നടക്കാം. ഞാനിപ്പോൾ അമ്പലത്തിൽ ഉത്സവത്തിന് പോയിട്ട് വരുവാ. ഇപ്പോൾ പാർട്ടി ലോക്കൽ സെക്രട്ടറി അടക്കമുള്ളവർ നമ്മളോട് സഹകരിച്ചാണ് അമ്പലത്തിൽ ഉത്സവം നടത്തുന്നത്. ഇപ്പോൾ അത് പറ്റും. പക്ഷേ ഇതിങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നടക്കാതെ വരും. അപ്പോൾ എന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് പോയിട്ടും അവിടെയും അറ്റാക്ക് ചെയ്യാൻ ശ്രമം ഉണ്ടായി. നിങ്ങൾ അവിടെ അറ്റാക്ക് ചെയ്യാൻ ശ്രമം, അതെന്ന് വെച്ചാൽ അവരൊരു 100-150 പേര് കൂടിയിട്ട് അവിടേക്ക് വന്നു, നമ്മുടെ കോളേജിനകത്തേക്ക് വരികയും വലിയ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊടി പോലും വയ്ക്കാൻ പറ്റില്ല വേറൊരാളുടെ ആ പ്രദേശത്ത്. ഞാൻ പറയുന്നത് അതൊരു പാർട്ടി ഗ്രാമമായിട്ടായിരുന്നു അന്ന് നില. വണ്ടിത്തടം എന്ന് പറയുന്നത് നമ്മുടെ തിരുവല്ലം ക്ഷേത്രം ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു കോണറാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രദേശമായിരുന്നു. അപ്പോൾ നമുക്കവിടെ ABVP പ്രവർത്തനം നടക്കില്ല എന്നുള്ളത് ഒരു വശം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് രാഗിയൊക്കെ മേടിച്ചുകൊണ്ട് എല്ലാവർക്കും കെട്ടിക്കൊടുത്തായിരുന്നു. അപ്പോൾ അവർ നോക്കുമ്പോൾ കോളേജിലുള്ള കുറേ ആൾക്കാർ രാഗിയൊക്കെ കെട്ടിക്കൊണ്ടുവരണം. എല്ലാം RSS ആണ്. അപ്പോൾ ഇത് ഇവരെ വല്ലാണ്ട് അങ്ങ് ചൊടിപ്പിച്ചു. നല്ല തന്ത്രപരമായ നീക്കമാണല്ലോ, രാഗി ഇവിടെ കൊടുക്കുക, ആർക്കും നിഷേധിക്കാനും പറ്റില്ല. ഇത് എന്നോട് ചോദിച്ചിട്ടാണ് ഞാൻ കൊടുത്തത് കേട്ടോ. വേറെ കാര്യം, എന്നോട് കുറേ പേര് ചോദിച്ചു രാഗി ഇട്ടാൽ. പക്ഷേ ഞാൻ അവിടെ ചെല്ലുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ഒരു നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരാൾ വരുവാണ്, വലിയ തല്ലും പിടിയൊക്കെ ഉണ്ടാക്കിയിട്ട് വരുന്നതാണെന്നുള്ളൊരു ഇമേജ്. അപ്പോൾ എന്നോട് ചോദിക്കാം രാഗി കിട്ടും കുറേ പേര് ചോദിച്ചു. ഞാൻ രാഗി മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കാര്യാലയത്തിൽ പോയിട്ട് രാഗി മേടിച്ചുകൊണ്ട് കൊടുത്തതാണ്. ഇത്ര ഞാൻ ചെയ്തിട്ടുള്ളൂ പറഞ്ഞില്ല. ഇതിന് ഇപ്പോൾ മറ്റേ മൈൻഡ് ഇതും കൂടി ഇവരുടെ ഉള്ളിൽ കിടക്കുകയാണ്. അപ്പോൾ ഇത് ഇവൻ ഇവിടെയും വന്ന് പ്രശ്നം തുടങ്ങി എന്നുള്ള കണക്കിൽ ഒരു 100-150 നാട്ടുകാരെങ്കിലും വരും, സംഘടിച്ചു വന്ന് കോളേജിൻ്റെ ഗേറ്റിൻ്റെ മുന്നിൽ നിന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോൾ സഹായിക്കാൻ അടുത്തുകാർ തന്നെ ഉണ്ടാവും? അല്ല, ആരുമില്ല. ഒരു ആഴ്ച അതൊരു പാർട്ടിക്ക്, അതാണ് ഞാൻ പറഞ്ഞത്, അവിടെ ഒരു BMSൻ്റെ കൊടി പോലും ഒന്നും വെക്കാൻ പറ്റില്ല. പുറത്ത് ഓട്ടോ സ്റ്റാൻഡിൽ BMSൻ്റെ കൊടി വയ്ക്കാൻ പറ്റില്ല, BJPയുടെ കൊടി വയ്ക്കാൻ പറ്റില്ല, ഒന്നും സമ്മതിക്കില്ല. നിങ്ങൾ അവരെ അറ്റാക്ക് ചെയ്തിട്ടില്ല. അവർ വന്ന് വലിയ രീതിയിൽ കോളേജ് ആയതുകൊണ്ടും അതിനകത്ത് അത്തരത്തിലൊരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്, അവിടെ രാഷ്ട്രീയം ഇല്ല ആ സമയത്ത്. അപ്പം ഇങ്ങനെ ഒരു വലിയ പ്രശ്നത്തിലേക്ക് വരെ അവിടെ ആ ഒരു നിലവിലെ സാഹചര്യം പോയിട്ടുണ്ട്. ആ കോളേജിനകത്ത് രാഷ്ട്രീയം. ഈ സമയത്ത് നിങ്ങൾ പാർട്ടി പ്രവർത്തനം ഉണ്ടോ? ഈ ABVPയുടെ വട്ടിയൂർക്കാവിലെ പ്രവർത്തനത്തിന് ശേഷം നിങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് മാറിയപ്പോൾ മറ്റ് രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടോ? ഇല്ല. കാരണമുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ബേസിക്കലി ഞാനൊരു അമ്മ വളർത്തിയ കുട്ടിയാണ്. അപ്പോൾ അതിന് അമ്മയ്ക്ക് വലിയ പേടിയും പ്രശ്നമായിരുന്നു. ഞാൻ ഈ വട്ടിയൂർക്കാവിൽ പോലും ഞാൻ പ്രവർത്തനം നിർത്തില്ലായിരുന്നു. കാരണം എനിക്ക് അങ്ങനെ പ്രവർത്തനം നിർത്തുന്നതിനോട് താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പോയിരുന്നെങ്കിൽ ഞാൻ കോളേജ് ചെയർമാൻ ആവുന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ആ അമ്മയ്ക്ക് വലിയ പേടിയായിരുന്നു, വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത് കാരണം പരിമല കോളേജിലെ പിള്ളേരുടെ കാര്യമൊക്കെ ഓർമ്മയില്ല. അല്ല, അത് എല്ലാവർക്കും ആ സമയത്ത് ഇപ്പോഴത്തെ പോലെ അല്ലല്ലോ. ഇപ്പോഴാണെങ്കിൽ പിന്നെ ഞാൻ SFIക്കാരനായിരുന്നിട്ട് പോലും എൻ്റെ ഉള്ളിൽ ഒരു വലിയ സങ്കടം ഉണ്ടാക്കി. പരിമല പിള്ളേർ പമ്പയാറ് നീന്തിയിട്ട്. അതെ, ഞാൻ ആ ഒരു 90കളുടെ അവസാനമാണല്ലോ ഇതൊക്കെ നടക്കുന്നത്. ഇത് 2000ന്റെ തുടക്കത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും വലിയ ഭയമുണ്ട്, വീട്ടുകാർക്ക് വലിയ ഭയമുണ്ട്. പിന്നെ BJP എന്ന് പറയുന്ന സാധനം കേരളത്തിൽ രക്ഷപ്പെടില്ല എന്ന് എല്ലാവർക്കും ചിന്തിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ഇതെന്തിനാണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വലിയ ചിന്താഗതി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു പ്രശ്നം ഉണ്ടായി. അത് കാരണമാണ് ഞാൻ നിർത്തേണ്ടി വന്നത്. അത് കാരണം എനിക്ക് ആ പഠനകാലം 2009 വരെ ഞാൻ തീരെ ലൈവ് അല്ലാണ്ട് പോകുന്നൊരു സാഹചര്യമുണ്ട്. 2010 ഞാൻ വീണ്ടും തിരിച്ച്. അതെങ്ങനെയാണ് പിന്നെ? നമ്മുടെ ഉള്ളിൽ ഈ സാധനം കിടക്കുന്നതുകൊണ്ട് ഇത് പോവില്ലല്ലോ, നമുക്ക് ഇതിൻ്റെ ഒരു വീറും വാശിയും കിടക്കുന്നതല്ലേ. അപ്പോൾ അത് കാരണം അത് പോവില്ല. അത് പോകാത്ത കാരണം ഞാൻ 2010 തൊട്ട് ഞാൻ വളരെ പ്രാദേശികമായിട്ട് 2010 പാപ്പനംകോട് വാർഡ് തിരഞ്ഞെടുപ്പ്, നമ്മുടെ ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പ് കിടക്കുന്ന സമയത്ത് ഞാൻ അവിടെ പാപ്പനംകോട് പോകാൻ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ പിന്നീട് വീട് മേടിച്ച് അങ്ങോട്ടേക്കാണ്, സ്ഥലം മേടിച്ച് അങ്ങോട്ട്, അച്ഛൻ്റെ നാടാണ് ഇവിടെ കോട്ടയ്ക്കകത്തുള്ളത്. പിന്നെ ഞങ്ങൾ സ്ഥലം മേടിച്ച് വീട് വെച്ച് പാപ്പനംകോടേക്കാണ്. അപ്പോൾ ആ പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട് പാപ്പനംകോട് വാർഡിനകത്ത്, ഈ കോട്ടയ്ക്കകത്ത് വീടെന്ന് പറയുമ്പോൾ അമ്പലത്തോട് ചേർന്നുള്ള അമ്പലം ആ വിഭാഗത്തിൽപ്പെടുന്നതാണ് നിങ്ങൾ? അതെ. അല്ലല്ല, ഞാൻ ബ്രാഹ്മണല്ല. എന്നിട്ട്
അപ്പോൾ അങ്ങനെയാണ് ഞാൻ വീണ്ടും രണ്ടാമത് പ്രോസസ്സിനകത്തേക്ക് കടന്നു വരുന്നത്. 2010-2011 ഒ രാജഗോപാൽജി നേമത്ത് മത്സരിക്കുന്നു. സ്വാഭാവികമായിട്ട് അതിൻ്റെ കുറേ പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ ആക്റ്റീവ് ആവുന്നു. 2012 നമ്മുടെ ഇത് നടക്കുന്നു, നമ്മുടെ നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് വരുന്നു, അതിനകത്തേക്ക് ആക്റ്റീവ് ആവുന്നു. 2013 കാലഘട്ടങ്ങളോടുകൂടി നരേന്ദ്രമോദിജി പ്രധാനമന്ത്രി ആകണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാമ്പയിൻ ശക്തമാവുന്നുണ്ടല്ലോ. ആ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് വീണ്ടും നമ്മൾ കുറച്ചുകൂടി ഒരു മാസ് എൻട്രി എന്നുള്ള തലത്തിലേക്ക് നമുക്കൊരു സാധനം കിട്ടുക. അതുവരെ വളരെ പ്രാദേശികമായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്തു പോകുന്നു. എന്താണ് ആ ക്യാമ്പയിൻ വേണ്ടി നിങ്ങൾ ചെയ്തത്? ക്യാമ്പയിൻ എന്ന് വെച്ചാൽ നമ്മൾ നമോ കേരള എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തു ആ സമയത്ത്. ആ ക്യാമ്പയിൻ ലോഞ്ച് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 2009 ഒരു അനുഭവമാണ് ആ ഒരു ക്യാമ്പയിൻ എന്നെ പ്രേരിപ്പിച്ച സാധനം. കാരണം നമ്മുടെയൊക്കെ പല ബന്ധുക്കളും അന്ന് തിരുവനന്തപുരത്ത് ശശി തരൂരിന് വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ തരൂർ മത്സരിക്കാൻ വന്നു, കോൺഗ്രസ്സുകാർ വീട്ടിൽ പാംഫ്ലെറ്റുമായിട്ട് വരുവാണ് പല വീടുകളിൽ. ഇപ്പോൾ നമ്മുടെ ബന്ധുക്കളുടെയും വീടുകൾ വന്നിട്ട് അവർ കൊടുത്തിട്ട് പറഞ്ഞു വോട്ട് ചോദിക്കാണ്ട് ഇറങ്ങിയപ്പോൾ മറ്റേ ആൾ വെച്ച് വോട്ട് ചോദിക്കണ്ടേ, പറഞ്ഞേ വേണ്ട, ഇത്തവണ വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾക്കാർ ശശി തരൂരിനാണ് വോട്ട് ചെയ്യാന്ന്. അതിനുശേഷം പിന്നെ ഇവർ സോഫ്റ്റ് BJP-ക്കാരാണെങ്കിൽ പോലും ഇവർ തരൂരിന് വോട്ടിടും. കാരണം ഇത്തവണ വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾക്കാർ തരൂർ. ഇത് മനുഷ്യൻ്റെ ഒരു ഈഗോ ഇൻവോക്ക് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് വളരെ നല്ലൊരു പ്രോസസ്സാണ്. ഞാൻ ഈ മറ്റ് രാഷ്ട്രീയ കാര്യത്തിൽ രാഷ്ട്രീയം പഠിക്കാറുണ്ട്. അപ്പോൾ 2013 ഈ സാധനം റീക്രിയേറ്റ് ചെയ്യാമെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം. അപ്പോൾ ഇത്തവണ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സർക്കിള് നരേന്ദ്രമോദിജിക്കാണ് വോട്ട് ചെയ്യാൻ പറ്റുന്നത്. ഹൂ ആർ ദി കാൻഡിഡേറ്റ് അത് നമ്മുടെ വിഷയമല്ല, നരേന്ദ്രമോദിക്കാണ് വോട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു തരംഗം ഉണ്ടല്ലോ, ഒരു ന്യൂ ജനറേഷൻ മുഴുവൻ പോകുന്നു എന്നുള്ളത്. ആ സമയത്ത് ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്തു. തീർച്ചയായിട്ടും മാത്രം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതെ കേരളത്തിൽ. അതെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഒരു 250 എത്രയോ കമ്പനികൾ അന്ന് ടെക്നോ പാർക്കിലുണ്ട്. അപ്പം ഞാൻ വളരെ സൈലൻ്റായിട്ട് ടെക്നോ പാർക്കിനകത്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതിനകത്ത് 200ഓളം കമ്പനികളിൽ. അതെങ്ങനെ അങ്ങനെ പറ്റുന്ന വർക്ക് ചെയ്യാൻ പറ്റുന്നത്? അവിടെ കയറി നമ്മൾ സുഹൃത്തുക്കൾ വഴി ചെല്ലും. നമ്മൾ ഒരു പോയിന്റ് ഓഫ് കോൺടാക്ട് കിട്ടി, അയാളിൽ നിന്ന് അടുത്തയാൾ, അതിൽ നിന്ന് അടുത്തയാൾ, അത്യാവശ്യം അകത്ത് കയറി നമുക്ക് ആളുകൾ കാണാം. അല്ല, നമുക്ക് അതിനകത്ത് അത്യാവശ്യം നമ്മൾ എന്തെങ്കിലുമൊക്കെ വഴിക്കൂടെ കയറും, അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കയറുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇവർ പുറത്തേക്ക് വരുമ്പോൾ ഏതെങ്കിലും വീടുകളിലിരിക്കും, അങ്ങനെയാണ്. ഇപ്പോൾ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അയാളിൽ നിന്ന് അടുത്തയാൾ, അതിൽ നിന്ന് അടുത്തയാൾ, ഇങ്ങനെ വർക്ക് പോയതാണ്. നമുക്ക് 200 ചില്ലോനം കമ്പനികളുണ്ടായിരുന്നു. 52 എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിൽ നിന്ന് ഒരാളെയെങ്കിലും നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് അത്രയും കിട്ടിയില്ല. പാർട്ടിയുടെ ഔദ്യോഗിക പിന്തുണയൊന്നുമില്ല. പാർട്ടിയുടെ ഔദ്യോഗിക പിന്തുണയില്ല. പക്ഷെ ഞാനത് ഇപ്പം അന്ന് സംഘത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ആൾക്കാരോട് എല്ലാവരോടും സംസാരിക്കുന്നുണ്ടായിരുന്നു. അവർ വളരെ എൻകറേജിങ് ആയിരുന്നു അത് മുമ്പോട്ട് ചെയ്തു പോകുന്നതിനെ കുറിച്ചിട്ട്. അന്ന് മുരളീയേട്ടനായിരുന്നു പ്രസിഡന്റ്. മുരളീയേട്ടൻ അങ്ങനെ എഗെയിൻസ്റ്റ് ഒന്നും ആയിരുന്നില്ല. മുരളീയേട്ടൻ അത് നല്ല കാര്യങ്ങൾ നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്നുള്ള ഒരു മൈൻഡിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് എതിർപ്പൊന്നും ആരും പറഞ്ഞിട്ടില്ല അതിനകത്ത്. അപ്പോൾ അത് വലിയൊരു സക്സസ് ആയിട്ട് മാറി. എന്നാൽ നമ്മുടെ അൽഫോൺസ് കണ്ണന്താനം അദ്ദേഹത്താണ് അത് ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ അന്ന് അദ്ദേഹം വലിയ ഒരു ഇമേജൊക്കെ അദ്ദേഹത്തിനുള്ള, ഇപ്പോൾ ഇമേജ് ഇല്ല എന്നല്ല പറഞ്ഞത്, അന്ന് കുറച്ചുകൂടിയും വേറൊരു സ്റ്റേച്ചർ അദ്ദേഹത്തിന് നിൽക്കുന്നൊരു ടൈമാണ്. അപ്പോൾ അദ്ദേഹം വന്നു. അപ്പോൾ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിരുന്നു. പ്രോഗ്രാം വലിയ ഹിറ്റായി. അപ്പോൾ ടെക്കീസ് ആൻഡ് എഞ്ചിനീയേഴ്സ് മീറ്റ് എന്നുള്ള തലത്തിലാണ് നടത്തിയത്. നമ്മളത് ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ പരമേശ്വര ജനറൽ അതിൻ്റെ ഓഡിറ്റോറിയത്തിലാണ് നടത്തിയത്. ഏതാണ്ട് അതൊരു 100-300 പേർക്ക് ഇരിക്കാവുന്ന ഓഡിറ്റോറിയമാണ്. പക്ഷേ അത് ഓഡിറ്റോറിയത്തിന് പുറത്ത് മുഴുവൻ നിൽക്കുന്ന സാഹചര്യമായിരുന്നു. ഈ ടെക്കീസ് ആൻഡ് എഞ്ചിനീയേഴ്സ് ഒള്ളി എന്നുള്ളത് അത് നമുക്ക് നല്ലൊരു ലോഞ്ചിങ് ആയിരുന്നു. ഇത് ശ്രദ്ധയപ്പെട്ടിട്ടാണ് ഈ ഇന്ത്യൻ CAG ഉണ്ടായിരുന്നു. അന്ന് ഇന്ത്യൻ CAG എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രശാന്ത് കിഷോറിൻ്റെ ടീം നമ്മളെ അവരായിരുന്നല്ലോ ചായ് പേ ചർച്ച ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളുടെ. പ്രശാന്ത് കിഷോറിൻ്റെ ടീം നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് എന്നെ അവരുടെ ചാപ്റ്റർ ഹെഡാക്കി, കേരളത്തിൻ്റെ ചാപ്റ്റർ ഹെഡാക്കി. അന്ന് ചായ് പേ ചർച്ചയുടെ മുഴുവൻ ചാർജ് എനിക്കായിരുന്നു. കേരളത്തിനകത്ത് മുഴുവൻ എത്ര ചായക്കടയുണ്ട്, എവിടെ എന്താണ് ചെയ്യുന്നത്, ഇത് കംപ്ലീറ്റ്ലി സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. അത് വലിയൊരു അവസരം തന്നെയായിരുന്നു. അത് അവരുടെ ഫുൾ എക്സിക്യൂഷൻ, പ്രശാന്ത് കിഷോറിൻ്റെ ടീമിൻ്റെ ഫുൾ എക്സിക്യൂഷൻ കേരളത്തിൽ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. അപ്പം ഞാൻ തന്നെ കുറേ പ്രോഗ്രാംസ് അല്ലാതെയും ചെയ്തു. ഇപ്പോൾ നമോ രഥം എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം എക്സ്ട്രാ നമ്മൾ ചെയ്തു. അവരുടെ പ്രോഗ്രാം അല്ലാണ്ട് തന്നെ അവരുടെ പേരിൽ നമ്മൾ തന്നെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. അത് വൻ ഹിറ്റായി തിരുവനന്തപുരം. അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അന്ന് തന്നെ ഒ രാജേട്ടൻ പ്രത്യേകം വിളിച്ച് അഭിനന്ദിച്ചു. ഗംഭീര പരിപാടിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് വിളിച്ച് അഭിനന്ദിച്ചു. അത് അങ്ങനെ പോകുന്ന സാഹചര്യം. പിന്നീട് ഈ പൊളിറ്റിക്സിനകത്ത് BJP പൊളിറ്റിക്സ് ഇത്തരം ജോലികൾ നിങ്ങൾ ചെയ്യുമ്പോൾ CPM ശ്രദ്ധിച്ചില്ല.
അന്ന് കോടിയേരി ബാലകൃഷ്ണൻ എനിക്ക് ഇതിനെ കൊണ്ട് പരാതിയൊക്കെ കൊടുത്തിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഈ ചായപ്പ ചർച്ചയ്ക്ക് പെർമിഷൻ എടുക്കാൻ വേണ്ടി കളക്ടറേറ്റിൽ പോയിട്ട് എഴുതിയൊക്കെ കൊടുക്കുമല്ലോ. അപ്പോൾ ഇത് അനുവദിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് പരാതിയൊക്കെ കൊടുത്തു. പിന്നെ CPM വരെ സംബന്ധിച്ചിടത്തോളം അന്ന് അവരൊരു ഫാക്ടർ ആവുന്നില്ലായിരുന്നു ആ തെരഞ്ഞെടുപ്പിനകത്ത്. പർട്ടിക്കുലർലി തിരുവനന്തപുരത്ത് അവരൊരു ഫാക്ടർ ആവുന്നില്ലായിരുന്നു. ഓ രാജഗോപാൽ വേഴ്സസ് ശശി തരൂർ എന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് അവരതിൽ വലിയ ബോധയുടെ ആയിരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ അവരെ പൊളിറ്റിക്കലി അറ്റാക്കും ചെയ്യുന്നില്ല, കാരണം അവർ ഇറലവൻ്റ് ആണ് എന്നുള്ളതായിരുന്നു നമ്മൾ അതിനകത്ത് ബ്രാൻഡ് ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് പറയാം. അപ്പം അങ്ങനെയാണ് ആ പ്രോസസ്സ്. അന്നാണ് 2014 ഇത്രയും 2013-14 കാലഘട്ടത്തിലായിരുന്നു. ഈവൺ എനിക്ക് തോന്നുന്നതല്ല, റിയാലിറ്റി അതാണ്. ഈ ഓൺലൈൻ വോട്ടർ രജിസ്ട്രേഷൻ ഉണ്ടല്ലോ, ഇന്നിപ്പോൾ എല്ലാവരും ഓൺലൈൻ വഴിയാണ് വോട്ട് രജിസ്റ്റർ ചെയ്യുന്നത്. അന്ന് ആർക്കും അത് അറിയില്ല, ഓൺലൈൻ വഴി ചെയ്യിക്കാം എന്നുള്ളത്. എല്ലാവരും പണ്ടത്തെ പോലെ മറ്റേ ഇവിടെ പോയി ഒക്കെയാണ് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരുന്നത്. അത് ക്യാമ്പയിൻ ലോഞ്ച് ചെയ്യുന്നത് പോലും നമ്മളായിരുന്നു. ഓൺലൈനായിട്ട് വോട്ടർ രജിസ്ട്രേഷൻ ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ടീമിനെയൊക്കെ സെറ്റ് ചെയ്ത് ലാപ്ടോപ്പും കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും വിടലായിരുന്നു. ആ പാർട്ടിക്ക് നമ്മൾ പുറത്തുനിന്നൊരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് വലിയ വിജയമായിരുന്നു. 5000-ന് മുകളിൽ വോട്ട് ഞങ്ങൾ ഈ പാർലമെൻറ്റിനകത്ത് ഞങ്ങൾ മാത്രം അന്ന് ഒരു ഫുൾ യൂത്ത് ടീം നമ്മുടെ അന്ന് എത്ര വോട്ട് വ്യത്യാസം? അന്ന് 14,000-15,000 വോട്ട് വ്യത്യാസമുണ്ട്. അതൊരു ഭയങ്കര സംഭവമായിരുന്നു. അത്രയും നമ്മളൊരു ട്രെൻഡ് സെറ്റ് ചെയ്യുന്നതിനകത്ത് ഓഫ് കോഴ്സ് വലിയൊരു വർക്ക് നടന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് അതിനകത്തൊരു റോള് വഹിക്കാൻ പറ്റി എന്നുള്ള ഒരു. അതിനുശേഷം നിങ്ങൾ ഉത്തരവാദിത്തത്തിലേക്കൊന്നും വന്നില്ല? എന്നിട്ടും അതിന് ഞാൻ സ്വദേശി ജാഗരണം എൻ്റെ ഉത്തരവാദിത്തത്തിലാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ യൂത്ത് വിങ്ങിൻ്റെ സ്റ്റേറ്റ് കൺവീനറായിരുന്നു. പിന്നെ ഇലക്ഷൻ പ്രോസസ്. സ്വദേശി ജാഗരണം മഞ്ച് ഇവിടെ സജീവമാണോ? സ്വദേശി ജാഗരണം സജീവമാണ്, സജീവമല്ലായിക്കൊന്നുമില്ല. ഇപ്പോൾ ആറന്മുള വിഷയങ്ങളുണ്ടായിരുന്നു. അതിന് ശേഷം ആ സമയത്ത് ഒരു ആറന്മുളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എയർപോർട്ട് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമരങ്ങളുണ്ടാകും. അപ്പോൾ കൂടുതലും നമ്മൾ അതിനകത്തേക്ക് ഇൻവോൾവ് ആകുന്ന, അതിൻ്റെ ക്യാമ്പയിനുമായിട്ട് ഇൻവോൾവ് ആകുന്ന ഒരു. ഇപ്പോൾ എൻ്റെ ഒരു ഹാബിറ്റ് അനുസരിച്ചിട്ട് എനിക്ക് ഇത്തരം ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവുക എന്നുള്ളതായിരുന്നു പ്രധാനം. പൊളിറ്റിക്കലി നമ്മൾ എവിടെയെങ്കിലും പ്ലേസ്ഡ് ആകുക എന്നുള്ളതിന് പകരം ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവുക എന്നുള്ളതാണ്. കുറച്ചുകൂടെ സ്വാതന്ത്ര്യത്തോടു കൂടി കാര്യം ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു ഫ്രെയിമിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും നമ്മുടെ സ്വാതന്ത്ര്യത്തിനെ അത് ബാധിക്കും എന്നുള്ളത്. ദേശീയമാണ് താല്പര്യം. ആ താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ബാക്കി ചെയ്യുക എന്നുള്ളതായിരുന്നു ഒരു പ്രോസസ്സ്. പിന്നെ 2016 ആയപ്പോൾ ഞാൻ രാജീവ് ചന്ദ്രശേഖർജിയുടെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് കേരളത്തിൽ. അന്ന് അദ്ദേഹം അന്ന് NDA വൈസ് ചെയർമാൻ ആവുന്ന സമയം. കർണാടക. അതെ. അപ്പോൾ അദ്ദേഹം കേരളത്തിൻ്റെ NDA വൈസ് ചെയർമാനാണ്. ആ സമയത്ത് പ്രത്യേക സാഹചര്യത്തിലാണ്. അതെ. അന്ന് നിങ്ങളെ അപ്പോൾ ഞാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഇവിടെ ഹാൻഡിൽ ചെയ്തിരുന്നത്. 2016-19 കേരള ഓഫീസ് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് ഞാനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും പൊളിറ്റിക്സിൽ ആ ഒരു പൊസിഷനിങ്ങിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടി മാറി ബാക്കി അല്ലാത്ത കാര്യങ്ങളിൽ ഇൻവോൾവ്. എല്ലാവരും കോർഡിനേറ്റ് ചെയ്യാൻ പറ്റി. കുറേ എല്ലായിടത്തും യാത്ര ചെയ്യുക. അദ്ദേഹം ഇവിടെ വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി കോർഡിനേറ്റ് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ മുഴുവൻ ചെയ്യുക. ആ ഒരു തലത്തിലേക്ക് ആ സാധനം പോയി. പിന്നെ എനിക്ക് ആ സമയത്തൊരു ജോലി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സാലറിയും കിട്ടിയ സാലറീഡ് ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ അത് സ്വാഭാവികം അദ്ദേഹത്തിന് വർക്ക് ചെയ്യണല്ലോ, സെക്രട്ടറിയായിട്ട് വർക്ക് ചെയ്യണല്ലോ. അപ്പോൾ ആ സമയത്ത് സാലറീഡ് ആയിരുന്നു. അപ്പോൾ ആ തലത്തിലേക്ക് പോയത് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയാണ്, പാർട്ടിയുടെ പദവിയല്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഇതായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി എനിക്ക് ലൈഫ് ഒന്ന് സെറ്റിൽ ആവേണ്ട സമയമായിരുന്നു. സ്വാഭാവികമായിട്ട് അവിടെ നിന്നേക്ക് ഒരു 2022-ലൊക്കെയാണ് ഞാൻ വീണ്ടും കുറച്ചുകൂടി ആക്റ്റീവ് പൊളിറ്റിക്സിലേക്ക് തിരിച്ചു വരുന്നത്. നമ്മളെല്ലാവരും ചർച്ച ചെയ്തിട്ടുള്ള അനന്തപുരി ഹിന്ദു സമ്മേളനത്തിലൂടെയാണ് അതിനകത്തൊരു റീ എൻട്രി. ഞാൻ വേറൊരു തലത്തിലേക്ക് തിരിച്ച് വീണ്ടും ആക്റ്റീവ് പൊളിറ്റിക്സിലേക്ക് ഞാനായിട്ട് കടന്നു വരുന്നു. അതുവരെ ഞാൻ ബാക്ക് എൻഡിൽ കുറേ കാര്യങ്ങൾ. ഹിന്ദു സമ്മേളനത്തിൽ എന്ത് റോളുണ്ടായിരുന്നു? ഞാനായിരുന്നു ജനറൽ കൺവീനറായി. അന്നല്ലേ ഞാൻ വന്ന് പ്രസംഗിച്ചത്? അല്ല, അതിന് മുമ്പ്. അല്ല സാർ, അതിന് ശേഷമാണ്. അതിന് മുമ്പാണ് വിവേക് അഗ്നിഹോത്രിയൊക്കെ വന്ന് നമ്മുടെ PC ജോർജ് അറസ്റ്റായ ആ വിഷയം ഉണ്ടായിരുന്നല്ലോ. ആ സംഭവത്തിന് അതിൻ്റെ മുഴുവൻ ഒരു ഡിസൈനിങ് കംപ്ലീറ്റ് എൻ്റെ തലയ്ക്കകത്ത് ഓടി എന്നുള്ളതാണത്. അതോടെ ഔദ്യോഗിക പദവി യുവമോർച്ചയുടെ പദവി വല്ലതും എത്തിയോ? ഇല്ല. യുവമോർച്ചയുടെ പദവി എനിക്ക് 2010-12 കാലഘട്ടത്തിലാണ് ഉണ്ടായിരുന്നത്. അത് നിയമത്തിൻ്റെ മണ്ഡലം ചുമതലയായിരുന്നു ഉണ്ടായിരുന്നത്. അല്ലാതെ സ്റ്റേറ്റ് പദവിയിലേക്കൊന്നും സ്റ്റേറ്റ് പദവിയിലേക്ക് BJP-ക്കകത്ത് ഞാൻ പോയിട്ടില്ല. സ്വദേശി ജാഗരൺ മഞ്ചിൽ മാത്രമേ പോയിട്ടുള്ളൂ. എന്നിട്ടോ പിന്നെ ചാനൽ ചർച്ചകളിലേക്ക് വരുന്നപ്പോഴാണ് ചാനൽ ചർച്ചകളിലേക്ക് വരുന്നത്. ഈ അനന്തപുരി ഹിന്ദു സമ്മേളനം കഴിഞ്ഞതിന് ശേഷമാണ് എന്നെ മീഡിയ വലുതായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്. നമ്മളൊരു ലൈം ലൈറ്റിലേക്ക് കയറി വരുന്നത്. ഇപ്പോൾ വിവേക് അഗ്നിഹോത്രി വരുന്നു. അദ്ദേഹം വന്നിട്ട് ഇപ്പോൾ കശ്മീർ ഫയൽസിൻ്റെ കേരളത്തിലെ വിജയത്തിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇന്ന ചെറുപ്പക്കാരനാണെന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ ഇൻ്റർവ്യൂ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതിനൊക്കെ ശേഷമാണ് മീഡിയ എന്നെ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങളെ BJP-യുടെ പ്രതിനിധിയായിട്ടായിരുന്നോ വിളിക്കാൻ തുടങ്ങിയത്? അല്ല, BJP സഹയാത്രികൻ എന്നുള്ള നിലയിലാണ്. കാരണം നിങ്ങൾക്ക് ഒരു BJP-യുടെ വക്താവല്ലാത്തതുകൊണ്ട് അങ്ങനെ വിളിക്കാൻ പറ്റും. പക്ഷെ ആ ചർച്ചകളിൽ ഞാൻ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയപ്പോൾ അങ്ങനെയാണ് ഞങ്ങളൊക്കെ. അപ്പോൾ BJP സഹയാത്രികൻ എന്നുള്ള നിലയിൽ എനിക്ക് അത്യാവശ്യം നല്ലൊരു
അക്ലെയിം കിട്ടാൻ തുടങ്ങി, ഒരു ഏതൊക്കെ ചാനലിലാണ് മെയിൻലി നിങ്ങൾ ചർച്ച ചെയ്തത്? എല്ലാ ചാനലിലും പോയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു കൈരളി മീഡിയ ഒന്ന് ഒഴിച്ച് ബാക്കി എല്ലാത്തിലും പോയിട്ടുണ്ട്. അത് അവരും വിളിക്കാത്തത് കൊണ്ടല്ല, പോകാൻ സാധിക്കാത്തത് കൊണ്ട് പോകേണ്ടിരുന്നതാണ്. കൈരളി മീഡിയ കൊണ്ട് ബാക്കി എല്ലാ ചാനലും പോയിട്ടുണ്ട്. ഏഷ്യാനെറ്റാണ് ഏറ്റവും കൂടുതൽ. ലിസ്റ്റിലേക്ക് റിപ്പോർട്ടറോട് ചേർക്കുന്നത് നല്ലതാണ്. പോകാത്ത ചാനലുകൾ ലിസ്റ്റിലേക്ക് റിപ്പോർട്ടറോട് ചേർക്കുന്നത് നല്ലതാണ്. റിപ്പോർട്ടർ പോയിട്ടില്ല. നന്നായി. റിപ്പോർട്ടർ പോയിട്ടില്ല. അല്ല, അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇതിന് നിങ്ങൾ ഈ ചാനൽ ചർച്ചയിൽ പോകുമ്പോൾ ആദ്യം അപ്പം BJPയുടെ പ്രതിനിധി ഒരുപക്ഷെ ആ സമയത്ത് ഉണ്ടാവാതിരിക്കുമായിരിക്കും, നിങ്ങളായിരിക്കും അവർ പോകുന്നത്. പക്ഷേ BJP അല്ല, സഹയാത്രികനാണ്. BJPയുടെ പ്രതിനിധിയായിട്ട് ഒരിക്കലും പോയിട്ടില്ലല്ലോ. പിന്നെ അതിനുശേഷം മൊത്തം BJP പ്രതിനിധിയായിട്ടല്ലേ പോകുന്നത്? ആണോ? അതിനെ നിങ്ങളെ വക്താവാക്കിയിരുന്നോ? ആക്കിയായിരുന്നു. അത് 2023-ലാക്കി. ഓക്കെ. അപ്പോൾ ഈ സമയത്ത് BJPയുടെ പ്രതിനിധി അല്ലാതെ പോകുമ്പോൾ നിങ്ങൾ കൺസൾട്ട് ചെയ്യുമായിരുന്നോ ചർച്ച ചെയ്യുന്ന ആരോടെങ്കിലും BJP നേതൃത്വത്തോട്? ഇല്ല. നിങ്ങളുടേതായ രീതിയിലാണ് പോകുന്നത്? ഇല്ല, എനിക്ക് അതിനകത്ത് കാഴ്ചപ്പാടുണ്ടല്ലോ കൃത്യമായിട്ട്. ആ കാഴ്ചപ്പാട് BJPയുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതായിരുന്നു ഒരു ഹൈലൈറ്റ് ആയിട്ട് ഉണ്ടായിരുന്നു. പിന്നെ BJPയുടെ ഔദ്യോഗിക പദവിയിലേക്ക് വരുന്ന എപ്പോഴാണ്? 2023-ലാണ്. എന്തായിരുന്നു പദവി? ഞാൻ ഇന്റലക്ച്വൽ സെല്ലിൻ്റെ കൺവീനർ ആയിട്ടാണ് വന്നത്. കൺവീനറായി. അന്ന് സുരേന്ദ്രനായിരിക്കുമ്പോൾ? സുരേന്ദ്രനായിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ കൺവീനറായി. കൺവീനറായി. ആരായിരുന്നു കൺവീനർ? ശംഖു ആയിരുന്നു. ശംഖു ടി ദാസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വക്താവോ? ഇല്ല, മീഡിയ പാനലിസ്റ്റ് ആവുകയാണ്. മീഡിയ പാനലിസ്റ്റ് ആവും. അങ്ങനെ അവർ ലിസ്റ്റ് ചെയ്തു നിങ്ങളെ കൂടി. അതെ, അത് വാരിയിലൊക്കെ ഉള്ള സമയം തോന്നുന്നു. സന്ദീപേട്ടുണ്ടായിരുന്നു. അങ്ങനെ ലിസ്റ്റ് വന്നോടെ പിന്നെ BJPയുടെ പ്രതിനിധിയായി ചാനൽ ചർച്ച പോകുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ ഈ അനുഭവം അപ്പോൾ പക്ഷേ പാർട്ടിയോട് ചർച്ച ചെയ്യണമായിരിക്കും ഓരോ വിഷയവും. അപ്പോൾ പിന്നെ പാർട്ടി പറയുന്നിടത്ത് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതുവരെ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പോവാം. പിന്നീട് നമുക്ക് ചർച്ചയ്ക്ക് പോകുമ്പോൾ പാർട്ടി അതെങ്ങനെ ചർച്ചയുടെ ഇപ്പോഴത്തെ രീതി? ചാനലുകൾ പാർട്ടിയാണോ കോൺടാക്ട് ചെയ്യേണ്ടത്? ചാനലുകൾ പാർട്ടിയാണ് കോൺടാക്ട്. ഇന്നയാളെ വേണമെന്ന് പറയാൻ പറ്റത്തില്ല. ചാനലുകൾ പലപ്പോഴും ആവശ്യപ്പെടും, ഇന്നയാളെ വേണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അവരെന്നോട് ചോദിക്കും, നിങ്ങളെ ചോദിക്കുന്നുണ്ട്, ഇവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പോകുമോ എന്ന് എന്നോട് ചോദിക്കലുണ്ട്. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ജോർജ് കുര്യനായിരുന്നു അന്ന് കൺട്രോൾ ചെയ്തത്. കുര്യൻജി ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്. ആദ്യം ഞാൻ അതിനകത്ത് പാനലിസ്റ്റിൽ വരുമ്പോൾ കുര്യൻജി ആയിരുന്നു അതിനകത്ത്. അപ്പോൾ അദ്ദേഹമാണ് തീരുമാനിക്കുന്നത് എങ്ങോട്ട് പോകണം വേണ്ട എന്നുള്ള കാര്യം. വളരെ മാന്യനായ മനുഷ്യനാണ് കേട്ടോ. വളരെ. എനിക്ക് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഈ BJP സഹയാത്രികനിൽ നിന്ന് BJP പാനലിസ്റ്റ് ആകുന്ന സമയത്ത് വലിയ സമ്മർദ്ദം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. നമ്മൾ സഹയാത്രികനായിരിക്കുന്ന സമയത്ത് നമുക്ക് ഓപ്ഷൻ അല്ല, അതുകൊണ്ടല്ല സാർ, നമുക്ക് പോകാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ ഇന്നിപ്പം വിഷയത്തിൽ നമ്മൾ പഠിച്ചിട്ടില്ല, ഇന്ന് ഞാനില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. നമ്മൾ BJP പാനലിസ്റ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ആ സ്വാതന്ത്ര്യം ഇല്ല. കാരണം പാർട്ടി ഡിഫൻസിലാണ്, നിങ്ങൾ പോയേ പറ്റൂ എന്ന് പറയുന്ന ഒന്നാണ് വരുന്നത്. മാത്രമല്ല, നമ്മൾ ഈ സഹയാത്രികനായിരിക്കുന്ന സമയത്ത് ഇപ്പോൾ പലപ്പോഴും ഈ BJP ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് സംബന്ധിക്കുന്ന വിഷയം ആ ഒരാഴ്ച എല്ലാ ചാനലുകളിലും അത് തന്നെയായിരിക്കും ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം BJP ചിലപ്പോൾ ആ വിഷയത്തിനകത്ത് പ്രതിനിധിയെ വിടുന്നുണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളായിരിക്കും അതിനകത്ത് വിളിക്കുന്നത്. അപ്പം നമുക്ക് ആ വിഷയം മാത്രം പഠിച്ചാൽ മതി. ആ ഒരാഴ്ച യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് ഡെപ്തിൽ പഠിച്ചാൽ നമുക്ക് സംസാരിക്കാം എന്നുള്ളതാണ്. BJPയുടെ പാനലിസ്റ്റായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ചാനലിലും ഓരോ വിഷയമായിരിക്കും എടുക്കുന്നത്. ഇന്ന് എടുക്കുന്ന വിഷയമായിരിക്കില്ല നാളെ എടുക്കുന്നതല്ല മറ്റൊന്ന് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രഷർ ഭീകരാകാൻ വേണ്ടി നമുക്ക് വലിയ താല്പര്യമില്ലാത്ത വിഷയത്തിൽ പോയി പറയേണ്ടി വരും. നമുക്ക് അറിയാത്ത വിഷയങ്ങളിൽ വരെ നമ്മൾ പോകേണ്ടുന്ന സാഹചര്യം വരും. അപ്പോൾ എനിക്കൊരു ഓൾറെഡി നല്ലൊരു ഇമേജ് ആ ഒരു മേഖലയിലുണ്ട്, നല്ല ഡിബേറ്ററാണ് എന്നുള്ളൊരു ഇമേജ് ഓൾറെഡി സെറ്റായിട്ടുണ്ട്. അപ്പം നമ്മൾ പരാജയപ്പെട്ടു പോകുന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് എന്നെയും ബാധിക്കും, എൻ്റെ സിസ്റ്റത്തിനെയും ബാധിക്കും എന്നുള്ള സിറ്റുവേഷൻ വരും. കാരണം എല്ലാവരും പറയാറുണ്ട്, നിങ്ങളിരിക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ട് എന്ന് പറയുന്ന ഒരു ഈശ്വരാനുഗ്രഹം കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നമ്മളിവിടെ വീണ് പോകുന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് പലരുടെയും മോറലിനെ ബാധിക്കും എന്നുള്ളൊരു വിഷയമുണ്ട്. അപ്പോൾ ഇത് എനിക്ക് വലിയ പ്രഷറാകാൻ തുടങ്ങി എന്നുള്ളതാണ്. പക്ഷേ ആ പ്രഷറിനെ മുഴുവൻ മറികടക്കാനുള്ള ആത്മവിശ്വാസം തന്നത് കുര്യൻജിയാണ്. താനൊന്നും കൊണ്ടുകൊണ്ടോ ഇതൊന്നും നോക്കണ്ടോ, അതൊക്കെ സംഭവിക്കൂടോ, ഒരു കുഴപ്പമില്ലടോ, താൻ ഇതൊക്കെ പറഞ്ഞാൽ മതിയടോ എന്ന് പറഞ്ഞിട്ട് വളരെ കൂളാക്കിയിട്ട് നമ്മളെ അദ്ദേഹം നേരിട്ട് പോലും കാണുന്നില്ല, ഫോണിൽ കൂടെയാണ്. പക്ഷേ ഒരു 2 വാക്ക് അകത്തൊന്നും താൻ പേടിക്കണ്ട, ഇത് ഇങ്ങനെ പറഞ്ഞിട്ട് വന്നാൽ അതൊരു കോൺഫിഡൻസ് ആണ്. ഇത്രയും പറഞ്ഞാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ, ഇനി എന്ത് സംഭവിച്ചാലും എനിക്ക് പ്രശ്നമല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനിരുന്ന് പഠിക്കും. ഈ ഒരു കോൺഫിഡൻസ് എന്നൊരു മനുഷ്യനായിരുന്നു കുര്യൻ. ഈ രാജഗോപാൽ മന്ത്രിയായിരുന്ന സമയം എനിക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട്. അദ്ദേഹം ഓഫീസറുടെ സ്പെഷ്യൽ ഡ്യൂട്ടി ആയിരുന്നു. രാജഗോപാലിൻ്റെ OSD ആയിരുന്നു. അന്ന് എനിക്ക് 25-26 വർഷം മുമ്പാണ്. അന്ന് എൻ്റെ നാട്ടിൽ വന്നിട്ടുണ്ട് അദ്ദേഹം. അങ്ങനെ ഒരു കണക്ഷൻ എനിക്കുണ്ട്. ഡൽഹി പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചാനൽ ചർച്ചയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ടോ? ഒരു കാലഘട്ടത്തിൽ 23-24 ആ ഒരു പീരീഡിൽ ഞാൻ ചർച്ചയുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അന്ന് ഞാൻ വേറെ ഒരു പ്രോഗ്രാമും എടുക്കില്ല എന്നുള്ളതാണ്. ഒരു 3 മണിയോടുകൂടി നമുക്ക് സബ്ജക്റ്റ് എന്താണെന്ന് അറിയാൻ പറ്റും. പിന്നീട് നമ്മൾ ആ വിഷയം ആഴത്തിൽ പഠിച്ചിട്ട് ആണ് ഞാൻ വിഷയത്തിന് പൊയ്ക്കൊണ്ടിരുന്നത്.
പിന്നീട് അത് പറ്റാത്ത സാഹചര്യം ഉണ്ടായി. കാരണം നമ്മൾ അങ്ങനെ നിന്ന് നമ്മളൊരു ചാനൽ ചർച്ചാ ജീവിയായി മാത്രം നമ്മൾ മാറുന്ന സാഹചര്യം ഉണ്ട്. അതെനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സാമൂഹിക പ്രവർത്തനം നടത്തണം, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങണം. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്തൊരു വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. പക്ഷേ എന്നിട്ട് ഞാനത് ഒരുപാട് കാലം മാനേജ് ചെയ്തിട്ടുണ്ട് ആ വിഷയത്തെക്കുറിച്ചിട്ട്. കാരണം പിന്നീട് ഞാനത് പഠിച്ചില്ലെങ്കിലും, അത്ര ആഴത്തിൽ പഠിച്ചില്ലെങ്കിൽ പോലും എനിക്ക് ഡിബേറ്റ് പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ള ഒരു സ്കില്ല് എനിക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഡെവലപ്പ് ആവുമല്ലോ. ഒരു 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 റഫ് നോളജ് എല്ലാ വിഷയത്തെക്കുറിച്ചിട്ടും ഉണ്ട്. ഏത് വർഷം വരെ ഇത് തുടർന്നു? ഇപ്പോഴും തുടരുന്നുണ്ടല്ലോ. ഇപ്പോഴും പാനലിസ്റ്റാണ്? ഇപ്പോഴും പാനലിസ്റ്റ്, ഇപ്പോഴും പോകുന്നുണ്ടല്ലോ. അപ്പം ഞാൻ ഇലക്ഷൻ ആയതുകൊണ്ട് പോകുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് വരെയും ഞാൻ പാനലിസ്റ്റ്. എന്താണ് ഔദ്യോഗിക പദവി ഉണ്ടോ ഇപ്പം? ഇന്റലക്ച്വൽ സെല്ലിൻ്റെ ചുമതല, ഭൗതിക സെല്ലിൻ്റെ ചുമതല. പഴയ ശംഖുവിനോടൊപ്പമുള്ള പദവി? അതെ. ശംഖു മാറിയല്ലോ, ഇപ്പം ഞാൻ തന്നെയാണ്. നിങ്ങളാണ് കൺവീനർ. ശംഖു എന്ത് പറ്റി? ആക്സിഡന്റ്? അല്ലല്ല, ശംഖു വക്താവായി, ഒഫീഷ്യലി സ്പോക്സ് പേഴ്സണായി. ഓക്കെ. അപ്പോൾ അതോടുകൂടി പാനലിസ്റ്റായിട്ട് തുടരും. പാനലിസ്റ്റ് ഇന്റലിജൻസ് കമ്മീഷൻ നിങ്ങൾ മാത്രം. അപ്പോൾ അങ്ങനെ നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നെങ്കിൽ ആദ്യം മത്സരിക്കുമല്ലേ? അതെ, ആദ്യമായിട്ട്. അപ്പോൾ ഈ സീറ്റ് കിട്ടുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് നേരത്തെ തന്നെ ഒരു സൂചന ഉണ്ടായിരുന്നു? കാരണം നിങ്ങൾ നെടുമങ്ങാട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെയല്ല, ഞാനത് സുരേന്ദ്രേട്ടൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് മുതൽ ഞാൻ അതിനകത്തൊരു വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം താഴെത്തട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ പാർട്ടിയാണ്, നിങ്ങൾ വർക്ക് ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം കിട്ടണം എന്നില്ല, ഒരുപാട് ഘടകങ്ങൾ അതിനകത്ത് ഉണ്ട്. ആ ഘടകങ്ങളെല്ലാം ചേർന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മത്സരിക്കാം, വർക്ക് ചെയ്യുന്നതിനോട് ആർക്കും വിരോധമില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഒരു മൈൻഡ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു 2-3 വർഷത്തോളമായിട്ട് ഞാൻ അവിടെ കാര്യമായിട്ട് തന്നെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആകുന്നുണ്ട്. എങ്ങനെയാണ്, എന്താണ് നെടുമങ്ങാടിലേക്ക് കഴിഞ്ഞ 2-3 വർഷം എന്താണ് നിങ്ങൾ എങ്ങനെയാണ് അവിടെ പ്രവർത്തിച്ചത്? ഞാൻ ആദ്യം അവിടുത്തെ ഓരോ പ്രവർത്തകർ എന്നെ എവിടെയൊക്കെ ആവശ്യപ്പെടുന്നുണ്ടോ അവിടെ മുഴുവൻ ഞാൻ അവൈലബിൾ ആകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. അവിടെ അല്ല, ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ അനൗദ്യോഗികമായി തന്നെ നിങ്ങൾക്ക് അവിടേക്ക് ഒരു നിങ്ങളുടെ നേതാക്കൾക്ക്, അവിടുത്തെ പ്രാദേശിക നേതാക്കൾക്ക്, പ്രവർത്തകർക്ക് നിങ്ങൾ ക്ഷണിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി? പ്രോഗ്രാംസിനകത്ത് നമ്മൾ കാര്യമായിട്ട് ഇൻവോൾവ് ആകുന്നൊരു സാഹചര്യമുണ്ട്. എന്ത് തരാം അവിടെ പ്രാദേശികമായി ശാഖ മീറ്റിങ്ങുകൾ? അല്ല, എന്തായാലും അങ്ങനെയൊന്നും അല്ല സാർ. നമുക്ക് അതിനകത്ത് ഇപ്പോൾ ഒരു വീട്ടിനകത്തൊരു വലിയ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഇവർ സ്വാഭാവികമായിട്ട് എന്നെ ആയിരിക്കും വിളിക്കുക, ചേട്ടാ അവർക്കൊരു പ്രശ്നമുണ്ട്, നമുക്കത് പരിഹരിച്ചു കൊടുക്കാൻ സാധിക്കുമോ, ഒരു അഡ്മിഷൻ്റെ പ്രശ്നമുണ്ട്, പരിഹരിച്ചു കൊടുക്കാൻ. അങ്ങനെ നിങ്ങൾ പൊതുപ്രവർത്തനം തന്നെയാണ്, അല്ലാണ്ട് മറ്റൊന്നും ഞാൻ അവിടെ ചെയ്തിട്ടില്ല. സംഘടനാ കാര്യത്തിൽ ഞാൻ അതിനകത്ത് ഇൻവോൾവ് ആയിട്ടേ ഇല്ല. പക്ഷേ സംഘടനാ പ്രവർത്തകർക്കൊപ്പം കാര്യങ്ങളിൽ ഇൻവോൾവ് ആയി നിന്നിട്ടുണ്ട്. അവരോടിപ്പോൾ ഇപ്പോഴും ഈ രാഷ്ട്രീയ പാർട്ടിയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് അധികാരമില്ലാത്തൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് കാര്യങ്ങൾ നടത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവുക എന്ന് പറയുന്നത് പ്രധാനമാണ്. അതെ. അപ്പോൾ അവർക്ക് ഒരു തൊട്ടയൽവാസിയായിട്ടുള്ള ഒരാൾ ഒരാവശ്യവുമായിട്ട് വരുന്നു, ആ ആവശ്യം ചെയ്തു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവർക്കത് ആരോട് കോണ്ടാക്ട് ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് അവർക്ക് പെട്ടെന്നൊരു ധാരണ ഉണ്ടാവില്ല. നമ്മളവിടെ അവൈലബിൾ ആവുക എന്നുള്ളതാണ്. അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യം ഇപ്പോൾ ഒരു ആശുപത്രി കാര്യമായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സഹായമായിരിക്കും, അവിടെ ഒരു പ്രവർത്തകൻ്റെ വീട്ടിലുണ്ടായിട്ടുള്ള ഒരു അപകടമായിരിക്കും. നമുക്ക് അതിനകത്ത് എത്രത്തോളം ഇൻവോൾവ് ആകാൻ പറ്റുമോ അത്രത്തോളം ഇൻവോൾവ് ആകുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പിന്നെ ഈ കഴിഞ്ഞ 2 വർഷം ഫുൾ ടൈം രാവിലെ മുതൽ അതിലേക്ക് തന്നെ ജോലി രാവിലെ ഒരു പരിധി? ഞാനും നമ്മുടെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് സിദ്ധാർത്ഥേട്ടൻ, നമ്മൾ രണ്ടുപേരും കൂടി രാവിലെ നേരത്തെ അതെ രണ്ടുപേരും കൂടി രാവിലെ അവിടെ മണ്ഡലത്തിലേക്ക് പോകും. അവിടെ അവർക്ക് എന്താണോ ആവശ്യങ്ങൾ അതെല്ലാം കണ്ടറിഞ്ഞ് ചെയ്യും. പല വീടുകളിലേക്ക് പോകും, പല ആൾക്കാരെ കാണും, സമ്പർക്കം നടത്തും. സമ്പർക്കം തന്നെയാണ് ഉറപ്പ്. പാർട്ടിയുടെ പരിപാടികളിൽ, അവിടുത്തെ പ്രാദേശിക പരിപാടികളിൽ ഇൻവോൾവ് ആവും, ക്ഷേത്ര പരിപാടികളിൽ ഇൻവോൾവ് ആവും. ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ആധ്യാത്മിക പ്രഭാഷണവും കൂടെ നടത്താറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം പരിപാടികൾ, ഉത്സവങ്ങളിൽ സംസാരിക്കലുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അത് മുഴുവൻ ഞാൻ ചെയ്യുന്നു. പതിയെ കൂടിയപ്പോഴേക്കും പതിയെ കൂടി എല്ലാ ദിവസവും ഉണ്ടാവുമായിരുന്നോ? എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. എനിക്കത് ഏറ്റവും എല്ലാ പൊതുപ്രവർത്തകരോടും ഞാൻ പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യം അത്. ഞാൻ എല്ലാവർക്കും നമ്മളാൽ കഴിയുന്ന ഉപദേശം കൊടുക്കാറുണ്ട്. എല്ലാ പിള്ളേരോടും പരീക്ഷ എഴുതുന്ന പിള്ളേരോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഈ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പുസ്തകം പഠിച്ചാൽ നിങ്ങൾക്ക് PSC പരീക്ഷ പാസ്സാകാം. ആളുകൾ ഇത് പഠിക്കാത്തതുകൊണ്ടാണ്. നമ്മളിതങ്ങ് ആ സമയത്ത് പഠിക്കുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പുസ്തകം അങ്ങ് പഠിച്ചാൽ മതി. ഇപ്പോൾ പ്രായമായി കഴിഞ്ഞിട്ട് ഇത് പഠിച്ചാൽ പെട്ടെന്ന് മനസ്സിലിരിക്കും. അതുപോലെ പൊതുപ്രവർത്തകരോട് പറയുന്നത്, നിങ്ങളങ്ങ് അവിടെ പോയി അവരുടെ കൂടെ നിന്നാൽ നിങ്ങൾ സ്വാഭാവിക നേതാവാകും. തീർച്ചയായിട്ടും. അപ്പം അതിലേറ്റവും ടിപ്പിക്കൽ എക്സാമ്പിളാണ് ജ്യോതികുമാർ ചാമക്കാല. എൻ്റെ ശത്രുവാണ് കേട്ടോ. ആയിക്കോട്ടെ, പക്ഷെ അയാളുടെ ഞാൻ തമാശയ്ക്ക് പറഞ്ഞ രാഷ്ട്രീയ ചർച്ച. പക്ഷെ അയാൾ ആ മണ്ഡലത്തിൽ അയാൾ തോൽക്കുന്നൊരു മണ്ഡലം കിട്ടി. 5 കൊല്ലം അയാൾ അവിടെ പണിയെടുത്തിട്ടുണ്ട്. അപ്പം അയാൾക്ക് ആത്മവിശ്വാസമാണ്, റിസൾട്ട് ഉണ്ടെന്ന് അറിയത്തില്ല, എന്തായാലും ആയിക്കോട്ടെ. അപ്പം ഞാൻ പറഞ്ഞത് അതൊരു വലിയ ഘടകമായി കാണും. എന്നിട്ട് എന്തെങ്കിലും എതിർപ്പുണ്ടായോ ഈ മണ്ഡലത്തിലോ നിങ്ങളുടെ ഈ കഴിഞ്ഞ പ്രവർത്തന കാലങ്ങളിൽ? അല്ല, അത് നമുക്കിപ്പോൾ ഇങ്ങനൊരു ചർച്ചയിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം. പാർട്ടിയുടെ എതിർപ്പ് പോട്ടെ, CPM-ൻ്റെ എതിർപ്പുണ്ടായോ?
CPM-ന്റെ എതിർപ്പ് CPI-യുടെ ആണല്ലോ അവിടെ CPI-യുടെ ഇതാണ്. ഞാൻ അങ്ങനെ എതിർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സിലേക്ക് ഞാൻ പോയിട്ടില്ല. ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ സംഘടനാപരമായ കാര്യങ്ങളിൽ അധികം ഇൻവോൾവ് ആകാൻ പോയിട്ടില്ല. പിന്നെ ഞാൻ ആകെ ഇൻവോൾവ് ആയത് ഈ ജില്ലാ ആശുപത്രി വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സമരവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിനകത്ത് നമ്മൾ അവരോടൊരു കോൺഫ്രണ്ടേഷൻ്റെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോകുന്നത്. അതുവരെയുള്ള കാര്യങ്ങളിൽ അവരോട് ഞാൻ എതിർക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സാഹചര്യം. ഇല്ലാത്ത കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ല. അവരിപ്പോൾ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നൊന്നും ഞാൻ ഇല്ലാത്ത കാര്യം പറയേണ്ടെന്നൊരു കാര്യമില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ നെടുമങ്ങാടെക്കുറിച്ചുള്ള പ്രതീക്ഷ എന്താണ്? ഞാൻ പറഞ്ഞത് ഇപ്പം VV രാജേഷോട് മത്സരിച്ച് 35,000 വോട്ടോളം നേടിയിരുന്നു. പക്ഷെ അത് പകുതിയായി, അതിൻ്റെ ഒരു 10,000 കുറഞ്ഞു 2021. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെ? അവിടുത്തെ ഒരു വോട്ട് നിലയുടെ സ്ഥിതി എങ്ങനെയാണ്? എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു? ഞങ്ങൾ 60,000 വോട്ടിന് മുകളിൽ നേടും എന്നുള്ള ഒരു ടാർഗറ്റ് വെച്ചിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ തവണ ചില പർട്ടിക്കുലർ സാഹചര്യങ്ങളിൽ അത് കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മൊത്തത്തിലൊരു ട്രെൻഡ് നെഗറ്റീവായിരുന്നു. 2021 നിയമസഭയിൽ നിയമം പോലും നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ നമ്മൾ അത് 60 കടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആ ട്രെൻഡ് നമുക്ക് കുറഞ്ഞെടുത്ത് അത് പലയിടത്തും LDFന് ഫേവറായതാണ്. ഹിന്ദു വോട്ടിൽ ആ ഒരു സ്വിങ് LDFന് ഫേവറായിട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ 10,000 കുറഞ്ഞയിടത്ത് ആ 10,000 LDFന് കൂടുന്ന സാഹചര്യമുണ്ട്. അത് വ്യാപകമായിട്ട് കേരളം മൊത്തത്തിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇത്തവണ തിരിച്ചു പിടിക്കും. ശ്രീ V. മുരളീധരൻ 45,000 വോട്ട് അവിടെ പിടിച്ചിട്ടുണ്ട് ലോക്സഭയിൽ. ആറ്റിങ്ങലാണ് വരുന്നത്, ആറ്റിങ്ങൽ പാർലമെൻറ്റാണ്. അപ്പോൾ 45,000 വോട്ട് പിടിക്കുന്ന സമയത്ത് ഇടതുപക്ഷത്തിൻ്റെ വീണ്ടും വോട്ട് താഴേക്ക് വരുന്നതാണ്. അപ്പോൾ BJP എത്രത്തോളം കൂടുതൽ പിടിക്കുന്നു അത്രത്തോളം ഇടതുപക്ഷത്തിൻ്റെ 45,000 വോട്ട് ഓൾറെഡി ഉണ്ട് അവിടെ. നിങ്ങൾക്ക് ഇനി ഒരു 10,000 വോട്ട് പിടിച്ചാൽ മതി, ജയിക്കാം. ഇതാണ് കാൽക്കുലേഷൻ. അപ്പോൾ ഒരു 60,000 കടത്തുക എന്നുള്ളതാണ് ഞങ്ങൾ അതിനകത്ത് ടാർഗറ്റ് ചെയ്ത് പോകുന്നത്. അത് നടക്കും എന്നുള്ളത് തന്നെ നമ്മളൊരു സ്ട്രാറ്റജിക്കലി നമ്മൾ അങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ അവിടുത്തെ ഒരു എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറഞ്ഞാൽ അവിടെ എനിക്കൊന്ന് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അപ്രസക്തനാണെന്ന് തോന്നുന്നല്ലേ? ഞാനിതിപ്പോൾ അങ്ങനെ പറയുന്നതിനകത്ത് അർത്ഥമില്ല. കാരണം ഞാനത് പറയുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് പറയുന്നില്ല. ഞാനതിനകത്ത് സ്ഥാനാർത്ഥികളെ, ഓപ്പോസിറ്റ് സ്ഥാനാർത്ഥികളെ ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. അവരുടെ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് പോട്ടെ. ഞാൻ 2-3 വർഷം കൃത്യമായിട്ട് അവിടെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഹോംവർക്ക് ചെയ്തതിൻ്റെ കോൺഫിഡൻസിലാണ് ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. പ്രവർത്തകരുടെ ഒരു ഫീൽ എന്താണ്? പ്രവർത്തകർ ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ റോഡ് ഷോ എന്ന ഒരു ഗംഭീര റോഡ് ഷോ ആയിരുന്നു എന്നുള്ള ഒരു ഫീഡ്ബാക്ക് എല്ലാ പൊളിറ്റിക്കൽ സർക്കിളിൽ നിന്നും വരുന്നുണ്ട്. അത്രയധികം പ്രവർത്തകർ ഇൻവോൾവ് ആയിട്ടാണ് ആ സാധനം ചെയ്യുന്നത്. താഴെത്തട്ടിലുള്ള മുഴുവൻ പ്രവർത്തകരും വളരെയധികം സജീവമായിട്ട് തന്നെ രംഗത്തുണ്ട്. ഒരു അസ്വാരസ്യവും ഇല്ലാണ്ട് ഏറ്റവും സജീവമായിട്ട് ഏറ്റവും താഴെത്തട്ടിൽ ഏറ്റവും അവസാനത്തെ പ്രവർത്തകൻ വരെ രംഗത്തുണ്ട് എന്നുള്ളതാണ് നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിൻ്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടി ഇങ്ങനെ നിങ്ങളുടെ ആ വോട്ട് മുഴുവൻ തൂത്തുവാരി ഇടാനായിട്ട് നിങ്ങൾ എന്താണ് ഒരു പ്രത്യേകം സ്ട്രാറ്റജി വല്ലതും ഉണ്ടോ അവിടെ? ഇലക്ഷൻ കഴിഞ്ഞിട്ട് പറഞ്ഞു തൽക്കാലം പറഞ്ഞ ആ സ്ട്രാറ്റജി മറ്റു ശത്രുവിന് അത് പറയാൻ ബുദ്ധിമുട്ടല്ലേ? ഈ വലിയ മണ്ഡലമല്ലേ നെടുമങ്ങാട്? വലിയ മണ്ഡലം എന്ന് പറഞ്ഞാൽ നെടുമങ്ങാട് മണ്ഡലത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയും പ്രശ്നം എന്ന് പറയുന്നത് ഒരു പൊതു സ്വഭാവമില്ല എന്നുള്ളതാണ്. അത് കണിയാപുരത്തും തുടങ്ങുന്നതാണ്. നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിൻ്റെ ഒരു എൻ്റെ കിടക്കുന്ന കണിയാപുരത്താണെന്നാണ്. അപ്പോൾ സാറിന് ഊഹിക്കാമല്ലോ അതിനെക്കുറിച്ച്. അത് ടെക്നോ പാർക്കിൻ്റെ ഷെയ്ഡ് കിടക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ടെക്നോ വേൾഡിൻ്റെ ഷെയ്ഡ് കിടക്കുന്ന ഒരു സ്ഥലമാണ് കണിയാപുരം, പള്ളിപ്പുറം പ്രദേശങ്ങളെന്ന് പറഞ്ഞാൽ. ആ പള്ളിപ്പുറത്തും തുടങ്ങി അങ്ങ് നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ എൻ്റെ വലിയമല വരെ നീളുന്ന ഒരു പ്രദേശമാണ്. ഈ വലിയമല എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് നടക്കുന്ന പ്രദേശങ്ങളിലൊന്നാണ്. അപ്പോൾ വളരെ വിരുദ്ധ സ്വഭാവങ്ങളുള്ള പ്രദേശങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥലമാണ് നെടുമങ്ങാട് നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. കഴിഞ്ഞ 5 വർഷമായിട്ട് മന്ത്രി GR അനിലാണ് അവിടുത്തെ MLA എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മന്ത്രിയെ ലഭിക്കുന്നത് ആദ്യമായിട്ടാണ് ആ മണ്ഡലത്തിനെ സംബന്ധിച്ച്. കേരള സംസ്ഥാനം രൂപീകരിച്ചിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മന്ത്രിയെ ലഭിക്കുന്നത്. പാലോട് രൂപീകരിച്ച മന്ത്രിയായിട്ടില്ല. പിന്നെ C. ദിവാകരനായിരുന്നു മന്ത്രിയായിട്ടുണ്ടായിരുന്നു. പക്ഷേ C. ദിവാകരൻ ഇവിടെ നിന്നല്ല, അദ്ദേഹം മറ്റൊരു സ്ഥലത്തു നിന്ന് ജയിച്ചിട്ടുണ്ട്. കരുനാഗപ്പള്ളിയിൽ നിന്നോ മറ്റോ ജയിച്ചിട്ടാണ് അദ്ദേഹം മന്ത്രിയായിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് മന്ത്രിയെ കിട്ടുന്നത്. ഒരു മന്ത്രി വരുമ്പോഴാണ് ഒരു മണ്ഡലത്തിന് യഥാർത്ഥത്തിലുള്ള വികസനം ഉണ്ടാകേണ്ടുന്നത് എന്നുള്ളൊരു ഇതുണ്ട്. വലിയ പദ്ധതികൾ വരണം, വലിയ തരത്തിലുള്ള ദീർഘവീക്ഷണത്തോടുള്ള പദ്ധതികളുണ്ടാണ്. അത്തരത്തിലുള്ളൊരു കാര്യം അവിടെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായി സംഭവിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, ആ സ്വാഭാവികമായി സംഭവിക്കേണ്ടുന്ന കാര്യങ്ങളെ വലിയ സംഭവങ്ങളാക്കി അവതരിപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. അത് പ്രശാന്ത് പറയുന്ന പോലെ 1,500 കോടി മുടക്കിയ. അതെ, സെയിം വേറെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ ഉദാഹരണം പറയാം സാർ, ഇപ്പോൾ അവർ പറയുന്ന ഒരു വലിയ വികസന പദ്ധതി എന്ന് പറഞ്ഞാൽ വഴയില മുതൽ നെടുമങ്ങാട് വരെയുള്ള റോഡിൻ്റെ 4 വരിയാക്കുന്നു എന്നുള്ളതാണ്. സാറേ, ഈ വഴയില വരെ, പേരൂർക്കട വഴയില വരെ ഉള്ള റോഡ് ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പെങ്കിലും 4 വരിയായിട്ട് മാറിയതാണ്. സ്വാഭാവികമായിട്ട് അതിന് ശേഷമുള്ള പ്രദേശത്തേക്ക് ആ വികസനം കടന്നു വരേണ്ടുന്നതാണ്. അത് 10 വർഷം വൈകിപ്പിച്ചതിനാണ് ഇവർ ഉത്തരം പറയേണ്ടുന്നത്.
2016 വി രാജേഷേട്ടോടെ മത്സരിക്കുന്ന സമയത്ത് പ്രകടന പത്രികയിൽ പറഞ്ഞാണ് ഈ റോഡ് 4 വരിയാക്കും എന്നുള്ളത്. ഇത് 2025 വരെ വെച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പണി നടത്താൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ പണി 3 റീച്ചായിട്ട് 3 കോൺട്രാക്ടർമാർക്ക് കൊടുത്തു. ഈ 3 കോൺട്രാക്ടർമാർക്ക് ഈ പണി കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് ഞാൻ സാറിനോട് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതാണ് അവിടെ നടന്നത്. ഈ 3 കോൺട്രാക്ടർമാർക്ക് 3 റീച്ചായിട്ട് കൊടുത്തത് കാരണം ആ പണി കിടന്നെഴയുകയാണ്. ഇത് ഇപ്പം അതുവഴിയുള്ള ആൾക്കാർ, വീട്ടുകാർ മുഴുവൻ ദുരിതത്തിലാണ്. ഞാൻ എൻ്റെ കൃഷി സ്ഥലം ആ ഭാഗത്താണ്, നിങ്ങളുടെ മണ്ഡലത്തിലാണ്. ആ പ്രദേശത്തുള്ള ആ വഴി ഇരിക്കുന്ന സ്ഥലത്തുള്ള ആൾക്കാർ മുഴുവൻ ദുരിതത്തിലാണ്. അപ്പോൾ ഇത് എത്രയോ നേരത്തെ ഈ കാര്യം ചെയ്ത് തീർക്കാവുന്നതാണ്. പക്ഷേ തിരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ വോട്ട് എന്നുള്ളൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത് അവസാന നിമിഷം വരെ ഹോൾഡ് ചെയ്ത് വെച്ച് അവസാന നിമിഷം ഈ സാധനം ചെയ്ത് ആൾക്കാരെ കംപ്ലീറ്റ്ലി ദുരിതത്തിലാക്കി. ഒരു കോർഡിനേഷൻ ഇല്ല. 2 ദിവസം മുമ്പ് എന്നെ അവിടുത്തെ ഒരു വീട്ടുകാരൻ വിളിച്ചിട്ട് അവർ പരാതി പറഞ്ഞു. കാരണം അവർ അത്യാവശ്യം വലിയ സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആൾക്കാരാണ്, വലിയ ഉദ്യോഗത്തിൽ നിന്നൊക്കെ റിട്ടയർ ആയി വന്നിട്ടുള്ള ആൾക്കാരാണ്. അവർ പഠിപ്പിക്കുക, അവരുടെ വൈഫ് ലെക്ചറാണ്, പ്രൊഫസറാണ്. അവർ രാവിലെ വണ്ടി എടുത്തിട്ട് ജോലിക്ക് പോയി, പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയി. തിരിച്ചു വന്നപ്പോൾ വണ്ടി കയറ്റാൻ നിവർത്തിയില്ല. വീട് കംപ്ലീറ്റ്ലി ഒരു കുന്നിൻ്റെ മുകളിലും വലിയൊരു കുഴിയും മുന്നിൽ. ഇവരെങ്ങനെ വണ്ടി കയറ്റാൻ അറിയില്ല, ഒരു ഇൻറ്റിമേഷനും കൊടുത്തില്ല. അപ്പോൾ ഒരു കോർഡിനേഷൻ അവിടെ ഇല്ല. ആ വീട്ടിനകത്ത് ഒരു വലിയ ഉദ്യോഗത്തിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള ഒരാളുണ്ട്. അദ്ദേഹം ഒരു സ്ട്രോക്കൊക്കെ വന്നിട്ട് രോഗിയാണ്. ആഴ്ചയിലൊരിക്കലും അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നിവർത്തിയില്ല. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇദ്ദേഹം ഈ സ്ട്രോക്ക് വന്നയാളെ നടത്തി റോഡിലിറക്കി കൊണ്ടുപോകേണ്ടുന്ന സാഹചര്യമാണ്. ഇപ്പോൾ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ സാധനത്തിനകത്ത് ഈ കൂട്ടപ്പൊരിച്ചിൽ നടത്തുന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ മംഗലാപുരത്തേക്ക് പോകുന്നൊരു റോഡുണ്ട്, പോത്തങ്കോട്. ഈ പോത്തങ്കോട് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ NH-നെയും MC റോഡിനെയും കണക്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷനാണ്. ഈ ജംഗ്ഷൻ്റെ അവിടെ നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന ഒരു 7 കിലോമീറ്റർ റോഡ് 70 കോടി രൂപ മുടക്കിയാണ് ഇപ്പോൾ പണിഞ്ഞത്. 7 കിലോമീറ്റർ പണിയാൻ 70 കോടി രൂപയാണ്. നാഷണൽ ഹൈവേ 2 വരി പണിയാൻ വേണ്ടിയിട്ട് 5 കോടി രൂപ കിലോമീറ്ററിന് ചിലവാകുന്നുള്ളൂ. അപ്പോഴാണ് ഈ റോഡ് പണിയാൻ 70 കോടി രൂപ ചിലവായി. എന്നിട്ട് എന്താ ചെയ്തത്? ഓടകളിൽ ഒരിടത്ത് പോലും മണ്ണ് കോരിയിട്ടില്ല. ഈ പണി നടത്തിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളെ ഉൾപ്പെടെ എടുത്ത് ഈ ഓടയ്ക്കകത്തിട്ടിട്ട് അതിൻ്റെ മുകളിൽ സ്ലാബ് ഇട്ട് അതിൻ്റെ മുകളിൽ ടൈലും ഇട്ട് വെച്ചു. ഇതിൻ്റെ പ്രശ്നം എന്താ സംഭവിച്ചത്? ഒരൊറ്റ മഴ പെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മളെല്ലാവരും വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്തതാണ് വീടുകൾക്കകത്ത് മുഴുവൻ വെള്ളം, അടുത്തുള്ള ക്ഷേത്രങ്ങൾ മൊത്തം മുങ്ങി. ഇത്രയും അശാസ്ത്രീയമായിട്ടാണ് അത് ചെയ്തത്. ഈ പോത്തങ്കോട് ജംഗ്ഷനെ നമുക്ക് നവീകരിക്കാതെ നമുക്ക് ഇനി വരും കാലത്ത് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കാരണം ഇത്രയും വലിയ ജംഗ്ഷനാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ MC റോഡിനെ NH-നെ തമ്മിൽ കണക്ട് ചെയ്യുന്ന കണക്ഷൻ. ഈ നമ്മുടെ വെഞ്ഞാറമൂട് പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പാലത്തിൻ്റെ പണി കഴിയുന്നതോടുകൂടി എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ 1 മിനിറ്റിൽ 10 വണ്ടി വന്നിറങ്ങുന്നു എന്നുണ്ടെങ്കിൽ 1 മിനിറ്റിൽ 100 വണ്ടിയായിരിക്കും വന്നിറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതോടുകൂടി പോത്തങ്കോട് ജംഗ്ഷൻ എന്താ ചെയ്യുക? ഒന്നും ചെയ്യാൻ വേണ്ടി സാർ ഇതിനെ നവീകരിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ ഈ പണിഞ്ഞിട്ട് പോത്തങ്കോട് വാമനപുരത്തല്ലേ? അല്ല, നമ്മുടെ മണ്ഡലമാണ്, നെടുമങ്ങാട് മണ്ഡലമാണ്. അപ്പോൾ ഈ റോഡിനെ എന്താ ചെയ്യുക? ഇപ്പോൾ ഈ 70 കോടി മുടക്കി പണിഞ്ഞ റോഡിനെ എന്താ ചെയ്യുക? ഈ ജംഗ്ഷൻ നവീകരിച്ച് ഇടത്തോട്ടേക്ക് വരുന്ന സമയത്ത് ഇതിനെ വീണ്ടും നമ്മൾ പൊളിച്ച് പണിയേണ്ടി വരും. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ച സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെടുമങ്ങാട് മേഖലയിൽ വോട്ട് കിട്ടാൻ വേണ്ടി വഴയില മുതൽ നെടുമങ്ങാട് വരെയുള്ള റോഡ്, ഇപ്പുറത്ത് എനിക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പോത്തങ്കോട് മംഗലാപുരം റോഡ്. ഇപ്പോൾ ഈ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടും അവസാന നിമിഷത്തെ തിരഞ്ഞെടുപ്പ് ഫണ്ടിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഉഡായിപ്പുകൾ കാണിക്കുന്നത്. ഇതിന് ശേഷം ഇതിനെ വലിയ വികസനം എന്നുള്ള നിലയിൽ പ്രശാന്ത് 1500 കോടിയാണെങ്കിൽ അവിടെ 2670 കോടിയാണ്. ഇത്രയും കോടിയൊക്കെ ഇത് എവിടെയാണ് പോകുന്നതെന്ന് നമുക്കറിയില്ല. ഇത് എന്താണ് ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ചിട്ടും നമുക്കറിയില്ല. ഇപ്പോൾ വെള്ളാണിക്കൽ പാറ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ടൂറിസം സ്പോട്ടാണ്. ഒന്നും ചെയ്തില്ല. പാലോട് രവി MLA ആയിരുന്ന സമയത്ത് ഒരു 50 ലക്ഷം രൂപ മുടക്കി അവിടെ കുറച്ചൊക്കെ ഒന്ന് നവീകരിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. അതിന് ചെയ്ത കാര്യങ്ങളെ മുഴുവൻ സാമൂഹ്യ വിരുദ്ധർ അടിച്ചു പൊട്ടിച്ചു. സാർ പോയി നോക്കിയാൽ കാണാം, മൊത്തം അടിച്ചു പൊട്ടിച്ചു. ഒരു 5 മണി കഴിഞ്ഞാൽ അതുപോലൊരു ടൂറിസം സ്പോട്ടിൽ 5 മണിക്ക് ശേഷമാണ് ആൾ വരേണ്ടത്. പക്ഷേ ഒരു മനുഷ്യന് പോകാൻ പറ്റില്ല. അത്രയും സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ്. തെരഞ്ഞെടുപ്പിൻ്റെ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ഉണ്ടാക്കി ഇറക്കി, ഞങ്ങളിതിനെ ഇങ്ങനെ നവീകരിക്കാൻ പോവുകയാണ്. ഇത്രയും കാലം ചെയ്തില്ല. ഇത്രയും കാലം 10 വർഷം ഇരുന്നിട്ട് അവർക്ക് ചെയ്യാൻ സാധിച്ചില്ല. 5 വർഷം ഒരു മന്ത്രി ഇരുന്നിട്ട് ചെയ്യാൻ സാധിച്ചില്ല. ഇനി ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ജനങ്ങളെ പറ്റിക്കലാണ്. യുവരാജ് ഗോകുൽ നെടുമങ്ങാടിൻ്റെ MLA ആയാൽ എന്ത് ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താ ചെയ്യാനുള്ളത്? ആദ്യം ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സാധനം, പള്ളിപ്പുറത്തൊരു വലിയ പ്രശ്നമുണ്ട്. പള്ളിപ്പുറത്ത് നിന്നാണ് ഞാൻ മണ്ഡലത്തിലെ പ്രവർത്തനം ആരംഭിച്ചത്. ആ പള്ളിപ്പുറത്ത് നാഷണൽ ഹൈവേയുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങൾക്കുണ്ടായിരിക്കുന്ന ഒരു വലിയ വിഷയമുണ്ട്. ആ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു റോഡ് അടഞ്ഞു പോകുന്നുണ്ട്. അത് ഒരുപാട് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. തിരുവല്ലം പോലെ ആയിരിക്കും. അതെ, അത് ഒരു വലിയ പ്രശ്നമാണ്. ആ റോഡ് അടഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രദേശത്തിൻ്റെ മറ്റു ഭാഗത്തേക്കുള്ള കണക്ടിവിറ്റി പോകും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അതിനകത്ത് ജയിക്കാൻ സാധിച്ചാൽ എന്തായാലും ചെയ്യാം. ഒരു വലിയ രാഷ്ട്രീയ കരുത്തവണ നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് അതിനകത്ത് ഒരു പരിഹാരം കാണണം എന്നുള്ളതിൻ്റെ ആദ്യത്തെ ആഗ്രഹം. എന്ത് പരിഹാരം
പരിഹാരമുള്ളത്? അതിന് സമാന്തര പരിഹാരം വഴി ഉണ്ടാക്കണം. തീർച്ചയായിട്ടും അതിനൊരു ബദൽ പ്ലാൻ ഉണ്ടാക്കിയിട്ട് അലൈൻമെൻറ്റ് ഇപ്പോൾ ഇഞ്ചക്കിൽ നമ്മൾ ചേഞ്ച് ചെയ്തല്ലോ, അതുപോലെ തന്നെ നമുക്കത് ചേഞ്ച് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വെള്ളാണിക്കൽ പാറ ഒരു ഗംഭീരമായിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടാണ്, അതിനെ വികസിപ്പിക്കണമെന്നുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ തിരുവനന്തപുരം നഗരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ കൺജസ്റ്റഡ് ആണ്. ഇനിയിപ്പോൾ പുതിയ വലിയ പദ്ധതികൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ലാൻഡിൻ്റെ വിലയും വലുതാണ്, ലാൻഡിൻ്റെ അവൈലബിലിറ്റി ഇല്ല. പക്ഷേ ലാൻഡ് ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള പ്രദേശമാണ് മാണിക്കൽ പഞ്ചായത്തും പോത്തങ്കോടും വരുന്ന ഒരു ബെൽറ്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അവിടേക്ക് നമുക്ക് വലിയ പദ്ധതികൾ കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ സെമി കണ്ടക്ടറിന് ഡെവലപ്മെൻറ്റിന് ഉൾപ്പെടെ NVIDIA പോലുള്ള കമ്പനികൾ ഡാറ്റാ സെൻറ്ററുകൾ ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ടെക്നോ പാർക്ക് വരെയുള്ള ഒരു പ്രദേശത്തിൻ്റെ വികസനം ഏതാണ്ട് ഇടിച്ച് നിൽക്കുകയാണ്. ഇനി അവർക്ക് സ്വാഭാവികമായിട്ട് ഇങ്ങോട്ടേക്ക് മാറിയാൽ മാത്രമേ സാധിക്കുള്ളൂ. ഇങ്ങോട്ടേക്ക് മാറണമെന്നുണ്ടെങ്കിൽ വഴിയും വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതെ. അപ്പോൾ ഈ കണക്ടിവിറ്റി സെറ്റ് ചെയ്യണം. ഈ കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഈ കണക്ടിവിറ്റി ഇടിച്ച് നിൽക്കുന്നത് പോത്തങ്കോട് ജംഗ്ഷനിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇടിച്ച് നിൽക്കുന്നത്. സ്വാഭാവികമായിട്ട് അവിടേക്ക് ഇത് കൊണ്ടുവരിക എന്ന് പറയുന്നത് ബുദ്ധിമുട്ട്. അപ്പോൾ ഇത് നവീകരിച്ചാൽ മാത്രമേ അത്തരം സാധനങ്ങളെ നമുക്ക് അവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഈ പിരപ്പങ്കോട് ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്വിമ്മിങ് അത്ലറ്റുകളെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒരു വീട്ടിൽ ഒരു ഉദ്യോഗസ്ഥനെങ്കിലും ഉണ്ടാവും ഈ സ്വിമ്മിങ് വഴി കേന്ദ്ര സർക്കാരിൻ്റെ ജോലിയോ മറ്റെന്തെങ്കിലുമൊക്കെ ലഭിച്ചിട്ടുള്ള ആൾക്കാർ. പക്ഷേ അവർ അവിടെ നിൽക്കുകയാണ്, അതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ടില്ല. നമുക്കൊരു ഇന്ത്യ അറിയപ്പെടുന്ന ഒരു അത്ലറ്റിനെ നമുക്ക് അവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം. ലോകം അറിയപ്പെടുന്ന ഒരു അത്ലറ്റിനെ അതിനുള്ള ഫെസിലിറ്റീസ് അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. വെമ്പായവും വട്ടപ്പാറയും പോലുള്ള സ്ഥലങ്ങൾ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ഇങ്ങനെ തന്നെയാണ് കാണുന്നത്. കാരണം എൻ്റെ അമ്മയുടെ നാട് കിളിമാനൂരായതുകൊണ്ട് ഞാൻ യാത്ര ചെയ്യുന്നത് പലപ്പോഴും ലോക്കൽ ബസ്സിൽ യാത്ര ചെയ്ത് തുടങ്ങിയതാണ് അതുവഴി, പിന്നീടാണ് സൂപ്പർ ഫാസ്റ്റൊക്കെ. അപ്പോൾ ആ വഴികൾ അത് അന്നും ഇന്നും ഒക്കെ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് ആ ഒരു ജംഗ്ഷനുകളെന്ന് പറഞ്ഞ് ഓർമ്മ വെച്ച കാലം മുതൽ തന്നെ കാണുന്നത്. ഈ മുനിസിപ്പാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ അവിടെ ഒരു ജില്ലാ ആശുപത്രിയുണ്ട്. ആ ജില്ലാ ആശുപത്രിയുടെ വിഷയം നമ്മൾ സമരം എടുത്ത് നമ്മൾ ചെയ്ത ഒരു കാര്യമാണ്. കെട്ടിടം കെട്ടിവെച്ചു പുതിയതൊരെണ്ണം, പക്ഷേ അകത്തുള്ള ഫെസിലിറ്റി എന്താണ്? അത് പഴയത് തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഹാർഷായിട്ട് ആൾക്കാരോട് പെരുമാറും. ഒരു തരത്തിലുള്ള ഒരു കമ്പാഷനോട് കൂടിയല്ല അതിൻ്റെ അകത്തുള്ള ഇത്തരം വിഷയങ്ങൾ നടക്കുന്നത്. ഫെസിലിറ്റി മാറുന്നില്ല. കെട്ടിടം കിട്ടുന്നത് കൊണ്ട് കോൺട്രാക്ടർക്കും ഗുണമുണ്ട്, കോൺട്രാക്ടർക്ക് ഗുണം ഉണ്ടാകുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് ഗുണം ഉണ്ടാകുന്നുണ്ട്. അതല്ല വികസനം എന്ന് പറയുന്നത്. വികസനം എന്ന് പറയുന്നത് അകത്തുള്ള സിസ്റ്റത്തിനകത്ത് ചേഞ്ച് ഉണ്ടാവണമെന്നാണ്. 4 ആംബുലൻസ് വാങ്ങിച്ചിട്ടു. 4 ആംബുലൻസ് വാങ്ങിച്ചിട്ട് 4 ആംബുലൻസിനെയും കട്ടപ്പുറത്ത് വെച്ചിട്ട് സഖാക്കളുടെ ആംബുലൻസ് എടുത്തിട്ട് വാടകയ്ക്ക് ഓടിക്കുകയാണ്. ആരുടെ ചിലവിൽ? വീണ്ടും സർക്കാർ ജനങ്ങളുടെ ചിലവിൽ സാധനത്തിന് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ നെടുമങ്ങാട് ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ കാലം ഞാനിപ്പോൾ 2005 മുതൽ നെടുമങ്ങാട് ജംഗ്ഷനെ കാണുന്നതാണ്. ഞാൻ ആ നേരത്തെ പറഞ്ഞ പോളിടെക്നിക്കിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നെടുമങ്ങാട് കോടതിയിലായിരുന്നു കേസുണ്ട്. അന്ന് മുതൽ ഞാൻ ആ ജംഗ്ഷനെ കാണുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് മുഴുവൻ ഈ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇതിനെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ള വലിയൊരു ആഗ്രഹമുണ്ട്. എന്തെങ്കിലും ഒരു വലിയ ടെക്നോ പാർക്ക് പോലത്തെ ഒരു പ്രോജക്റ്റ് ഈ പറയുന്ന പോത്തങ്കോട് ബെൽറ്റിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹമുണ്ട്. നെടുമങ്ങാട് ഒരു കൊട്ടാരം കണ്ടില്ലേ? നെടുമങ്ങാട് നമ്മുടെ കോയിക്കൽ പാലസ് ഉണ്ട്. അതും ഒരു ടൂറിസം സ്പോട്ടാണ്. അതും ഒരു ടൂറിസം സ്പോട്ടാണ്. പോയിട്ടില്ല. കണ്ടിട്ടുണ്ട്. അതെ, നല്ലൊരു പ്ലേസ് ആണത്. പക്ഷേ അവിടെ ഒന്നും പെട്ടെന്ന് ആള് വരില്ല എന്നേ സാറേ, വേറെ ഒന്നും കൊണ്ടല്ല. അവിടെ ഒരു പാർക്കിങ്ങിനുള്ള സൗകര്യം പോലും ഇല്ല. അതാണ് പ്രശ്നം. ഇപ്പോൾ ഈ 70 കോടി മുടക്കി പണിഞ്ഞ റോഡില്ല സാർ, വെറുതെ ഒന്ന് അവിടെ ഒന്ന് നോക്കിയാണ്. ഒരു 5 മണി സമയത്ത് 2 വശത്തും വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഒരു വരി റോഡിൻ്റെ പകുതി മാത്രമാണ് നമുക്കിപ്പോൾ വണ്ടി ഓടിക്കാൻ വേണ്ടി അങ്ങോട്ട് വേണ്ടി. 2 വശത്തും വാഹനങ്ങളാണ്. കാരണം ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ വികസനം? ഞാനൊരു സ്ഥാനാർത്ഥി എന്നല്ല അങ്ങയുടെ സമയം എടുക്കുന്നത് ശരിയല്ല. എങ്കിൽ അവസാനത്തെ ഒരു ചോദ്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കുക. ഈ നരേന്ദ്രമോദിയോടുള്ള ഇഷ്ടം ആരംഭിച്ചത് എങ്ങനെയാണ്? ഇതുവരെയുള്ള മോദിയുടെ ഭരണത്തെ എങ്ങനെ കാണുന്നു? ഇനി എന്താണ് മോദിയോട് ചേർന്ന് നിന്ന് ഇന്ത്യക്ക് നേടാനുള്ളത്? ഞാൻ ഈ മുൻകാല നേതാക്കളെ മുഴുവൻ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണാധികാരികളെ മുഴുവൻ നിരാകരിച്ച് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല. ഇപ്പോൾ ഇന്ത്യയിൽ ഈ STD ബൂത്തുകൾ ഉൾപ്പെടെയുള്ള ടെലികോം വിപ്ലവം കൊണ്ടുവരുന്നതിനകത്ത് രാജീവ് ഗാന്ധിയുടെ വലിയൊരു എഫേർട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ നരസിംഹറാവുവിൻ്റെ സാമ്പത്തിക ലിബറലൈസേഷൻ കൊണ്ടുവരുന്നതിനകത്തൊരു വലിയ റോളുണ്ട്. പക്ഷേ ഒരു 2004 to 2014 എന്ന് പറയുന്നത് രാജ്യം വലിയ രീതിയിൽ പുറകിലേക്ക് പോയി എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു സമയമാണത്. ചെയ്യേണ്ടുന്ന ഒരു കാര്യം ചെയ്യുന്നില്ല. മൊത്തത്തിൽ നമ്മൾ ആർക്കൊക്കെ അടിയറ വയ്ക്കപ്പെടുന്നു എന്നുള്ളത്. അവിടെ ഒരു രക്ഷകൻ എന്നുള്ള നിലയിൽ ഒരാൾ ഉയർന്നു വരിക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമായിരുന്നു. ഞാൻ നരേന്ദ്രമോദിജി ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം കറക്റ്റ് മീറ്ററാണ്. എപ്പോഴും കറക്റ്റ് മീറ്ററിൽ ഓടുന്ന ഒരാളാണ്. ഓവറും അല്ല, ഒരല്പവും ഡൗണും അല്ല. ഇത്രയധികം ജനങ്ങളെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. നമുക്കായാൽ പോലും ഒരുപാട് പേര് നമ്മളെ ആരാധിക്കുന്ന ഒരു സമയം വരികയാണ് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ തന്നെ നില കൈവിട്ടു പോകുന്ന ചിലപ്പോൾ സാഹചര്യം. എന്ന് വെച്ചാൽ മനുഷ്യനാണ്.
അതൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഒരു എന്താണ് നല്ലതായാലും മോശമായാലും അതെന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല, ഞാൻ എൻ്റെ കർമ്മം ചെയ്ത് മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ്. ആ കാര്യം വല്ലാത്ത രീതിയിൽ എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം ആൾക്കാർ വളഞ്ഞു കൂടി നിന്ന് അദ്ദേഹത്തെ ദുഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, കുറ്റപ്പെടുത്തുന്ന സമയത്ത് ആരായാലും തകർന്നു പോകുന്ന സാഹചര്യം ഉണ്ടാവും. ഈ ഗുജറാത്ത് കലാപത്തിന് ശേഷം നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യൻ അറ്റാക്ക് ചെയ്യപ്പെട്ടതുപോലെ ഒരു രാഷ്ട്രീയക്കാരനും ഇന്ത്യയിൽ അറ്റാക്ക് ചെയ്യപ്പെടും. പക്ഷേ അതിനെ മുഴുവൻ അദ്ദേഹം അവസരമാക്കി മാറ്റിയെടുത്ത് മുമ്പോട്ട് കൊണ്ടുവന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു നൂറ്റാണ്ടിലൊക്കെ ചിലപ്പോൾ ഒരു തവണ മാത്രമേ അതുപോലത്തെ ഒരു മനുഷ്യനുണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നതാണ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്തെടുത്തോ, പ്രസംഗം എടുത്തോളൂ, സംഘാടകത്വം എടുത്തോളൂ, വിഷൻ എടുത്തോളൂ, ഹാർഡ് വർക്ക് എടുത്തോളൂ, കമ്മിറ്റ്മെൻ്റ് എടുത്തോളൂ, ഈ രാജ്യത്തോടാവട്ടെ അദ്ദേഹത്തിൻ്റെ ഐഡിയോളജിയോടുള്ള കമ്മിറ്റ്മെൻ്റ് ആയിക്കൊണ്ട് പോട്ടെ, ഇതെല്ലാം അദ്ദേഹം കറക്റ്റ് മീറ്ററിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ആ തലത്തിൽ എന്നെ വല്ലാണ്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല വിഷയങ്ങളിലും നമ്മൾ വളരെയധികം വിഷമിച്ച് ദുഃഖിച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മീൻസ് ഇപ്പോൾ 5 പട്ടാളക്കാരുടെ തലയിറത്ത് കൊണ്ടുവയ്ക്കുന്നു, യാതൊരു റെസ്പോൺസും ഉണ്ടാകുന്നില്ല നമ്മുടെ ഭാഗത്ത് നിന്ന്. എന്ത് പറഞ്ഞാലും ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രിയെ നോക്കിയിട്ട് ദേഹത്തി ഔരത്തെന്ന് വിളിച്ച് പരിഹസിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. നമ്മൾ പാകിസ്ഥാനുമായിട്ട് തായം കളിക്കുന്ന ഒരു സാഹചര്യമാണ്. നമ്മളൊരിക്കലും പാകിസ്ഥാനുമായിട്ട് തായം കളിക്കേണ്ടുന്ന ഒരു രാജ്യമേ ആയിരുന്നില്ല. പക്ഷെ ടിൽ 2014 നമ്മൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പാരിസൺ എപ്പോഴും പാകിസ്ഥാനുമായിട്ടാണ്. ഈ ഒരു കമ്പാരിസൻ്റെ ആവശ്യമില്ല. നമ്മൾ ശരിക്കും മറ്റാരുടെയൊക്കെയോ ഒപ്പം മത്സരിക്കേണ്ടുന്ന പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ തലത്തിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്നൊരു സേവിയർ ഉണ്ടാകണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ നരേന്ദ്രമോദിജിയിലാണ് ഞാനത് അങ്ങനൊരു സേവിയറെ കണ്ടത്. കാരണം ഇപ്പോൾ മറ്റ് എല്ലാ BJP നേതാക്കളോടും നമുക്ക് ആരാധനയുണ്ടെങ്കിലും എല്ലാവരും ഒന്ന് 180 സീറ്റ് പിടിച്ച് 200 സീറ്റ് പിടിച്ച് ഒരു അലയൻസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഭരണത്തിലേറാമെന്ന് പറഞ്ഞിരുന്നപ്പോൾ അങ്ങനെയല്ല. 272 മിഷൻ 272+ റൺ ചെയ്തതാണ് നരേന്ദ്രമോദി. അന്ന് എല്ലാവരും പറയുക C272 ഒക്കെ BJPക്ക് എങ്ങനെ കിട്ടാനാണ്, കോൺഗ്രസ്സിന് പോലും കിട്ടില്ല എന്ന് പറഞ്ഞിടത്താണ് മിഷൻ 272+ ആ ഒരു ധൈര്യം ആലോചിച്ച് നോക്കണം. 283 പോയി പിടിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ആ ധൈര്യമാണ് നമുക്ക് സ്വാഭാവികമായിട്ടും അങ്ങനൊരു ആരാധന അദ്ദേഹത്തോട് സൃഷ്ടിക്കുന്ന സാഹചര്യം. മോദി യുഗം കുറച്ചു കാലം കൂടി ഇങ്ങനെ തുടരുമെന്നാണ് വിചാരിക്കുന്നത്. മോദി യുഗം തുടരേണ്ടുന്നത് മൊത്തത്തിലുള്ള രാജ്യത്തിൻ്റെ സംവിധാനത്തിന് ആവശ്യമാണ്. കാരണം അതൊരു കക്ഷി രാഷ്ട്രീയത്തിലുപരിയായിട്ട് അത് തുടരുക എന്ന് പറയുന്നത് ഒരു ആവശ്യകതയാണ്. കാരണം ജിയോ പൊളിറ്റിക്കൽ സ്റ്റേജിൽ പോലും നമുക്കിപ്പോൾ അത്രയും പ്രാധാന്യം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. കുറേയും കൂടി സിസ്റ്റം ഇതിനകത്ത് ക്ലിയർ ചെയ്യപ്പെടേണ്ടുന്നതുണ്ട്. നമ്മുടെ കശ്മീർ ഫയൽസിൽ പറയുന്ന പോലെ ഗവൺമെൻറ് വോ ചലേഗ സിസ്റ്റം ഹമാര രഹേഗ എന്ന് പറയുന്നത് പോലെ ഈ സിസ്റ്റത്തിനെ നമ്മൾ അത്യാവശ്യം ക്ലിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും കക്ഷി രാഷ്ട്രീയം മാറുന്നതിനനുസരിച്ച് ഇത് വീണ്ടും അധംപതിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടിയും ആ മോദി യുഗം തുടരേണ്ടുന്നതുണ്ട്. കാരണം അദ്ദേഹത്തെ ജനങ്ങൾക്ക് വിശ്വാസമാണ്, പ്രവർത്തകർക്ക് വിശ്വാസമാണ്, സംഘടനയ്ക്ക് വിശ്വാസമാണ്, ലോകത്തിനും വിശ്വാസമാണ്. കേരളത്തിലെ BJPയുടെ സാധ്യതകളെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാം. കേരളത്തിലെ BJPക്ക് അനന്തമായ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സാധ്യത ഏറ്റവും അധികം വെളിപ്പെടാൻ പോകുന്ന ഒരു തിരഞ്ഞെടുപ്പായിരിക്കും ഈ വരുന്ന 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതാണ്. പലരും പല സീറ്റുകളെയും വില കുറച്ച് കാണുകയാണ്. ഇപ്പോൾ നെടുമങ്ങാട് സീറ്റിൻ്റെ ഉൾപ്പെടെ ഞാൻ ഒരു ചാനൽ ആദ്യത്തെ സർവേ നടത്തുന്ന സമയത്ത് 15% വോട്ടൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി അവർ തന്നെ 30% കടക്കുമെന്നുള്ള തലത്തിൽ കഴിഞ്ഞ ദിവസം അതേ ചാനലിൻ്റെ ആൾക്കാർ തന്നെ എന്നോട് പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് പലയിടത്തും വലിയ ഗംഭീരമായിട്ടുള്ള ഫൈറ്റാണ്. ഇപ്പോൾ തിരുവല്ലയിൽ അനൂപ് വളരെ ഗംഭീരമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പാലക്കാട് ശോഭ ചേച്ചി ജയിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സുരേന്ദ്രേട്ടൻ മഞ്ചേശ്വരത്ത്, പാലായിൽ ഷോൺ ജോർജ്, അത് തീർച്ചയായിട്ടും PC ജോർജ് പൂഞ്ഞാറിൽ, നേമത്ത് ഉറപ്പാണ് ജയം. കഴക്കൂട്ടത്ത് മുരളിയേട്ടൻ, വട്ടിയൂർക്കാവിൽ നല്ല മുരളിയേട്ടൻ ജയിക്കും കേട്ടോ, എനിക്ക് വലിയ വിശ്വാസത്തിലാണ് ഞാൻ. വട്ടിയൂർക്കാവിൽ നല്ല പോരാട്ടം നടക്കുന്നുണ്ട്. തിരുവനന്തപുരം സെൻട്രലിൽ സാധ്യതയുണ്ട്. കാട്ടാക്കടയുണ്ട്. ആറ്റിങ്ങലിൽ സുധീറേട്ടൻ ഇപ്പോൾ നന്നായിട്ട് കയറി വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. മഞ്ചേശ്വരത്ത് വലിയൊരു ഫൈറ്റിലേക്ക് തന്നെ സുരേന്ദ്രേട്ടൻ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം പിന്നെ ചാത്തന്നൂരം കണ്ടൊരു സ്ഥാനാർത്ഥി B. ഗോപകുമാർ സാറുണ്ട്. ഗോപകുമാർ സാറിന് നന്നായിട്ട് കഴിഞ്ഞ 2 തവണയായിട്ട് 2ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇത്തവണ ജയത്തിലേക്ക് വരുന്നതാണ്. അങ്ങനെ തൃശ്ശൂരിൽ പത്മജ ചേച്ചിയുണ്ട്. എല്ലാവരും അനീഷ് ഏട്ടനുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണയൊക്കെയും നമ്മൾ തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ 1 or 2 സീറ്റുകൾ എന്ന് പറയുന്നിടത്ത് നിന്ന് മാറി ഇന്ന് ഒരുപാട് സീറ്റുകളിൽ BJP എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യം നോക്കേണ്ടുന്ന ഒരു തിരഞ്ഞെടുപ്പായിട്ടിത് മാറുന്നു എന്ന്. എല്ലാവിധ ആശംസകളും. CPIM എന്ന് പറയുന്ന ജനാധിപത്യ വിരുദ്ധ ഫാസിസ്റ്റ് പ്രസ്ഥാനം ഇല്ലാതാവാനുള്ള എല്ലാ സഹായങ്ങളും വാഗ്ദാനം നൽകുന്നു. താങ്ക് യു.